رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا يا صاحب البغداد كل ناصر يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناظر يا مطلب الحاجات خواجة سنجري يا صاحب الكنيال كل حاضري يا مطلب الحاجات مولى القادري يا قادري يا قادري يا قادري يا قادري يا شيخ مولى القادري أفوض أمري إلى الله أفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد ഏറ്റവും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ ഈ വേദിയുടെ അലങ്കാരമായ അഭിവന്ദരായ ഈ മഹല്ലത്തിന്റെ ഖതീബ് മുസ്താഖ് ദാരിമി ഉസ്താദ് അവറുകളെ, ജമാഅത്തിന്റെ കർമ്മധീരരായ ഭാരവാഹികളെ, ഈ ഉറൂസ് സ്വാഗത സംഘത്തിന്റെ പ്രവർത്തകരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാതാപിതാക്കളെ, സഹോദര സഹോദരിമാരെ, യുവ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, സർവാധിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബ് ഈ സംഗമം നാളെ ആഖിറ ലോകത്ത് നമുക്ക് ഉപകരിക്കുന്ന ഒരു അമലായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സാഹചര്യത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ സർവ അപരാധങ്ങളും സാധുക്കളായ നമുക്ക് സർവാധിരാജനായ പടച്ച റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. ഇവിടെ നാം ചിലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളുടെയും തോതനുസരിച്ച് പാപികളായ നമുക്ക് പടച്ച റബ്ബ് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത സഹോദര സഹോദരിമാർക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ തത്വാധിഷ്ഠിതമായ അഭിവാദ്യങ്ങൾ സമർപ്പിക്കുകയാണ്. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു സുഗന്ധമെന്ന
സാഗര സമാനമായ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധ മഖാമിന്റെയും പള്ളിയുടെയും പരിസരങ്ങളിലും മറ്റു കടവരാന്തകളിലും റോഡ് സൈഡുകളിലും നിൽക്കുന്ന ഈ പവിത്രമായ സദസ്സ് ഉദ്ദേശിച്ചു കൊണ്ടുവന്ന സഹോദരന്മാർ ഈ മനോഹരമായ സദസ്സിലേക്ക് വന്നിരുന്ന് ലോകത്തിന്റെ നേതാവ് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗീയ ആരാമങ്ങളിൽ നിന്ന് ഒരു ആരാമമെന്ന് വിശേഷിപ്പിച്ച ഈ ഇൽമിന്റെ മജ്ലിസിൽ വന്നിരുന്ന് ഇതിലെ പുണ്യം നേടാൻ അല്ലാഹു കനിഞ്ഞേകിയ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ വിനയത്തോടുകൂടെ അകലങ്ങളിൽ നിന്ന് ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരോട് വളരെ വിനയത്തോടുകൂടെ അപേക്ഷിച്ചുകൊണ്ട് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു സുഗന്ധമെന്ന എന്റെ വിഷയത്തിലേക്ക് ആമുഖ ഭാഷണങ്ങളൊന്നുമില്ലാതെ ഞാൻ പ്രവേശിക്കുകയാണ്. സമയം വളരെയധികം താമസിച്ചിട്ടാണ് ഞാനിവിടെ എണീറ്റ് നിൽക്കുന്നത്. ഇനിയും ദിവസങ്ങളോളം നിങ്ങളും ഉറക്കമൊഴിക്കേണ്ടവരാണ്, ഞാനും ദിവസങ്ങളോളം ഉറക്കമൊഴിക്കേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ ആമുഖ ഭാഷണങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ മംഗമാർക്ക് റാണികളായിട്ട് 4 മഹിളാ രത്നങ്ങളെയാണ് പടച്ച റബ്ബ് ഭൂമിയിൽ നിന്ന് തെരഞ്ഞെടുത്തത്. സ്വർഗത്തിലെ മംഗമാർക്ക് റാണിയായി രാജ്ഞിപദം അലങ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാഭാഗ്യം നൽകിയത് 4 മഹിളകൾക്കാണ്. ഞാൻ ഈ സദസ്സിലേക്ക് വന്നിറങ്ങുമ്പോ അഭിവന്ദരായ ഉസ്താദ് ആ ഒരു വിഷയം എന്ന് ഞാൻ ഊഹിക്കുന്നു. ഒന്നാമത് പടച്ച റബ്ബ് തെരഞ്ഞെടുത്ത മഹിളാരത്നം മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവായ ഒരു പുരുഷന്റെ സ്പർശനമേൽക്കാതെ, ഒരു പുരുഷന്റെ ചൂടും ചൂരും കൊള്ളാതെ, ഒരു സന്താനത്തിന് ജന്മം നൽകിയിട്ട് പരിശുദ്ധ ഖുർആനില് പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു വനിത എന്ന സ്ഥാനം ലഭിച്ച ബീവി മറിയം റളിയല്ലാഹു അൻഹ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കുന്ന റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ കാലത്ത് കായ്ക്കാത്ത പഴങ്ങള്, ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ലഭിക്കാത്ത പഴങ്ങൾ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലിരിക്കുന്നത് കണ്ടപ്പോ ആശ്ചര്യഭരിതനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം യാ മറിയം അന്നാ ലകി ഹാദാ, മറിയമേ ഇത് നിനക്ക് എവിടുന്നാ ലഭിച്ചത്? ഈ പഴങ്ങൾ ഈ സമയത്ത് പുഷ്പിക്കുന്ന പഴങ്ങളല്ലല്ലോ, ഈ പഴങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതല്ലല്ലോ, ഈ സമയത്ത് ഈ കാലത്തിൽ ലഭിക്കാത്ത പഴങ്ങൾ നിനക്ക് എവിടുന്നാ ലഭിച്ചത് മറിയമേ എന്ന് ചോദിക്കുമ്പോ ഇത് രാജാതിരാജനായ പടച്ച റബ്ബ് തന്ന ഔദാര്യമാ എന്ന് മറുപടി പറയാൻ മാത്രം സ്വർഗീയ മംഗമാരുടെ റാണിയായിട്ട് പടച്ച റബ്ബ് തെരഞ്ഞെടുത്ത മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒന്നാമത്തെ റാണി, ഒന്നാമത്തെ സ്വർഗീയ നായിക. രണ്ടാമത്തത് ആരാണെന്നറിയുമോ? ഫറോവ ചക്രവർത്തിയില്ലേ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അഹങ്കാരികൾക്കൊരു പാഠമായിട്ട് ഖിയാമത്ത് നാൾ വരെ നിന്നെ ഞാൻ ഭൂമി ലോകത്ത് നിന്റെ മൃതശരീരം ശേഷിപ്പിക്കുമെടാ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഫറോവ ചക്രവർത്തിയില്ലേ, ആ ഫറോവയുടെ ഭാര്യയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹ. നോക്കൂ നിങ്ങള്, ഫറോവയുടെ കൊട്ടാരത്തിന്റെ മുമ്പിൽ വന്നിട്ട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയെ വെല്ലുവിളിച്ചുകൊണ്ട്, ആരാണ് ഫറോവ എന്ന് നമുക്കറിയാമല്ലോ, അന റബ്ബുകുമുൽ അഅ്ലാ,
ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫറോവാനിന്റെ അഹങ്കാരം അവസാനിപ്പിക്കണേ, നിന്റെ അഹങ്കാരം അവസാനിപ്പിച്ചിട്ട് അള്ളാഹുവിനെ ആരാധിക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവല്ലാതെ ആരാധ്യനല്ലെന്ന് മൂസ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഫറോവയുടെ കൊട്ടാരത്തെങ്ങ് വന്നു നിന്നിട്ട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറയുമ്പോ മൂസ എന്നെക്കാൾ വലിയൊരു റബ്ബിനെക്കാരാ അന റബ്ബുകുമുൽ അഅ്ലാ മൂസ ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് എന്നെക്കാൾ വലിയ റബ്ബ് ആരാണ് മൂസ എന്ന് വിളിച്ചു ചോദിക്കുന്ന ഫറോവയുടെ മുമ്പിൽ വെച്ചിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ ഞാനിതാ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു മൂസ എന്ന ഫറോവയുടെ കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞൊരു റാണിയുണ്ടെങ്കിൽ, ഒരു മഹിളാരത്നമുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗീയാരാമത്തിൽ മഴമേഘങ്ങൾക്കിടയിൽ ഒരു വെള്ള കൊട്ടാരം പണിതു കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തൊരു മങ്കയില്ലേ ബീവി ആസിയ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗീയാരാമത്തിൽ വെച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്ന, വിവാഹം കഴിക്കുന്ന, വെള്ളാനപ്പുറത്തേറിയിട്ട് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുതിയാപ്പിളയായിട്ട് വരുന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സ്വരരാഗത്തില് അള്ളാഹുവിന്റെ അപദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന സ്വർഗീയാരാമത്തിൽ നടക്കുന്ന ഒരേ ഒരു കല്യാണമുണ്ടല്ലോ, ഒരേ ഒരു മംഗല്യമുണ്ടല്ലോ, അത് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ വരവേൽക്കുന്നതാണ്. ആ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ മഹിളാ രത്നമാണ് സ്വർഗത്തിലെ റാണിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹാ. രണ്ടാമത്തെ ആസിയ ബീവി റളിയല്ലാഹു അൻഹ. മൂന്നാമത്തെ ആരാ? ഖദീജ ബിൻത് ഖുവൈലിദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് ദാമ്പത്യത്തിന്റെ നറുപുഞ്ചിരിയുമായിട്ട് കടന്നു വന്ന ഒരു 45 വയസ്സുള്ള ഒരു സഹോദരിയില്ലേ, മക്കയിലെ റാണിയായിരുന്ന ഖുവൈലിദിന്റെ പൊന്നാരമോള് ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. തന്റെ സമ്പാദ്യം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ച ബീവി ഖദീജ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീന്റെ മണിനാദം ഹിറായുടെ മവിരിമാറിൽ മുഴങ്ങിയപ്പോ സമ്മിലൂനി സമ്മിലൂനി ഖദീജ, ഖദീജ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടണേ ഖദീജ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലപിക്കുമ്പോ ആശ്വാസത്തിന്റെ വചനമർന്ന് പകർത്തേകിയ അവിടുത്തെ പ്രിയപ്പെട്ട മഹിളയില്ലേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നാര ഭാര്യ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. നാലാമത്തെ മഹിളാരത്നത്തെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതീ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ പൊന്നാരമോള് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമത്തു ബിദ്അത്തും മിന്നീ, ഫാത്തിമ അവളെന്റെ കരളിന്റെ കഷ്ണമാണെന്ന് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു പറഞ്ഞ, ലോകത്തോട് പ്രഖ്യാപിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നാരമോള് അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് കടന്നു ചെല്ലാനുള്ള കവാടമാ അലി എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ, കർബലയുടെ നായകനെ ഇമാമുനാ ഷഹീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവ് ഫാത്തിമത്തു സുഹ്റ ബത്തൂൽ
റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പവിത്രമായ നാവ് കൊണ്ടല്ലേ പറഞ്ഞത്, ഫാത്തിമ നീ നാളെ സ്വർഗീയ മംഗമാരെ റാണിയാണ് ഫാത്തിമ. ഫാത്തിമ പൊന്നുമോളെ, നീ നാളെ സ്വർഗീയ മംഗമാരെ റാണിയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പവിത്രമായ നാവ് കൊണ്ട് പറഞ്ഞ പൊന്നാര മോളില്ലേ ഫാത്തിമത്തു സുഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജീവിതം എ ടു സെഡ് ഇവിടെ പറയാൻ നമുക്ക് സമയം വളരെ പരിമിതമാണ്. കാരണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും അത് ചരിത്ര പ്രസിദ്ധമായിട്ടാ പോയത്. അത് പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ സ്വർണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അത് ഓരോന്ന് സവിസ്തരം പ്രസ്താവിച്ചുകൊണ്ട് പറയാൻ നമുക്ക് മുമ്പിൽ സമയമില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ആ ഫാത്തിമത്ത് സുഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നമുക്ക് പകർത്തിയെടുക്കേണ്ട ചില ഭാഗങ്ങളാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നാരമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് ലോകത്ത് ഇന്ന് വരെ ഒരു പെണ്ണിനും കിട്ടാത്തൊരു പേര് ചരിത്രം കൊടുത്തിട്ടുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് ലോകത്ത് ഇന്ന് വരെ ഒരു പെണ്ണിനും കിട്ടാത്ത പേര് അത് മറിയം ബീവിക്ക് കിട്ടിയിട്ടില്ല, അത് ആസിയ ബീവി റളിയല്ലാഹു അൻഹക്ക് കിട്ടിയിട്ടില്ല, അത് ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹക്ക് ലഭിച്ചിട്ടില്ല. ലോകത്ത് ഇന്ന് വരെ ഒരു പെണ്ണിനോ ആ ഒരു പേര് ലഭിച്ചിട്ടില്ല. ഇനി ഒരു പെണ്ണിനും ആ പേര് ലഭിക്കുകയുമില്ല. അത്ര മനോഹരമായൊരു പേര് ചരിത്രം ഫാത്തിമ ബീവിക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഫാത്തിമത്തു ഉമ്മു അബീഹാ, ഫാത്തിമത്തു ഉമ്മു അബീഹാ. ഫാത്തിമ അവൾ അവളുടെ പിതാവിന്റെ ഉമ്മയാണ്. ഒരു മകളെ കുറിച്ചിട്ട് സ്വന്തം പിതാവിന്റെ ഉമ്മയെന്ന് ചരിത്രം വിളിച്ചൊരു പെണ്ണ് ലോകത്തുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിന്റെ പൊന്നുമോള് ഫാത്തിമത്തു സുഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹയാണ്. ചിന്തിക്കും മുഅ്മിനെ, നല്ലോണം മനസ്സിലാക്കി. ഒരു പെണ്ണിനെ കുറിച്ചിട്ട് പറയാ ആ പെണ്ണിന്റെ പിതാവിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു മകൾ, സ്വന്തം പിതാവിനെ ഉമ്മ മകനെ നോക്കുന്ന പോലെ പരിപാലിച്ച, ശുശ്രൂഷിച്ച, കാത്തുപോന്ന ഒരു മകളുണ്ടെങ്കിൽ ആ മകളെ കുറിച്ചിട്ടാണ് ചരിത്രം പറഞ്ഞത് ഫാത്തിമത്തു ഉമ്മു അബീഹാ. ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവളുടെ പിതാവിന്റെ ഉമ്മയാണ്. ആ ഒരു സ്ഥാനം ലോകത്ത് കിട്ടിയ ഒരേ ഒരു പെണ്ണ് അത് ഫാത്തിമത്തു സുഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹയാണ്. എന്തേ ആ പേര് ലഭിക്കാനുള്ള കാരണം നമുക്കറിയാമല്ലോ. അബൂ ത്വാലിബിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പ്രചരണവുമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നപ്പോ എങ്ങനെയൊക്കെ തളർത്തിയിട്ടും തളരാതിരുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂ ത്വാലിബിൽ അവിടുത്തെ കുടുംബത്തെയും കൊണ്ടുപോയി തള്ളിയിട്ട് അവർക്കിടയിൽ ഊരുവിലക്ക് ഏർപ്പെടുത്തിയല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ കുടുംബവുമായി, അവിടുത്തെ ഭാര്യയുമായി, അവിടുത്തെ മക്കളുമായി മിണ്ടാനോ കാണാനോ വല്ലതും കൊടുക്കാനോ വാങ്ങാനോ പാടില്ലാത്ത രൂപത്തിൽ വിലക്കേർപ്പെടുത്തി. ഒരു നാട് മുഴുവനും ബഹിഷ്കരണം നടത്തി. അബൂ ത്വാലിബില് പോയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കുടുംബവും താമസിക്കുകയാ. എങ്ങനെയാ താമസിക്കുന്നതെന്നറിയോ? ദിവസങ്ങൾ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ ഭക്ഷണമില്ല, കുടിവെള്ളം പോലും തീർന്നുപോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 4 വയസ്സ് പ്രായമുള്ള സമയമാ. ഫാത്തിമ എന്ന 4 വയസ്സുള്ള പൊന്നാരമോള് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് വന്നിട്ട് പറയുന്നു, വാപ്പാ വിശക്കുന്നു വാപ്പാ, എനിക്ക് വല്ലാത്ത വിശക്കുന്നു വാപ്പാ. അല്ലാഹുവിന്റെ
റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊന്നുമോളെ മുഖത്തേക്ക് നിറക്കണ്ണുകളോടെ നോക്കുകയാ. കാരണം എന്തെന്നറിയോ? അവിടെ ഭക്ഷണത്തിന് ഒരു വകയുമില്ല, അവിടെ കുടിവെള്ളം കിട്ടാനില്ല. അള്ളാന്റെ ദീന് പറഞ്ഞപ്പോ, അള്ളാഹു അല്ലാതൊരാരാധ്യനല്ലെന്ന് പറഞ്ഞപ്പോ, ഈ തമ്മിലടിക്കലും കലഹങ്ങളും അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ, നാട്ടില് ശാന്തിയും സമാധാനവും പുലരണമെന്ന് ലോകത്തിന്റെ നേതാവ് വിളിച്ചു പറഞ്ഞപ്പോ, അവിടുന്ന് കിട്ടിയ സമ്മാനമാണ്, അവിടുന്ന് കിട്ടിയ സമ്മാനമാ ഒരു വിലക്ക്. അവിടെ ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, കുടിക്കാൻ വെള്ളം പോലുമില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുന്നു, ഉമ്മ വല്ലാതെ വിശക്കുന്നു, ഉമ്മ വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ചിന്തിക്കണേ, ഓരോ നേരത്ത് വീട്ടിന്റെ അകത്ത് ഡൈനിങ് ടേബിളിൽ നിരത്തപ്പെടുന്ന ഭക്ഷണങ്ങളെ കണക്കെത്രയാ, ഏതൊക്കെ വിഭവങ്ങളാ പൊന്നുമോളെ, ഏതൊക്കെ വിഭവങ്ങൾ ഉണ്ടായാലും പോരാ എന്ന് പറഞ്ഞിട്ടോ പിന്നെയും നമ്മൾ വാങ്ങിക്കൂട്ടുമ്പോ നമ്മൾ തിന്നുകൂട്ടുന്ന ഭക്ഷണമില്ല പൊന്നുമോളെ. നമുക്ക് വേണ്ടാതെ വരുമ്പോ അവസാനം അടുക്കള ഭാഗത്ത് വെച്ച കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയി തള്ളുന്ന ഭക്ഷണമില്ലെന്റെ പൊന്നുപങ്ങളെ. നമ്മൾ ഒരു നേരം കൊണ്ടുപോയി തള്ളുന്ന കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയി വലിച്ചെറിയുന്ന ഒരു പിടി ഭക്ഷണം കിട്ടിയാൽ ഒരു ദിവസം മുഴുവനും പട്ടിണി മാറ്റാമെന്ന് ആർത്തി പൂണ്ടിരിക്കുന്ന, ആശ പൂണ്ടിരിക്കുന്ന പാവപ്പെട്ട പട്ടിണി പാവങ്ങളില്ലേ? മറന്നു പോവല്ലേ ഉമ്മ? കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയി ഭക്ഷണം തള്ളുമ്പോ, ഭക്ഷണത്തിന് യാതൊരു വിലയും കൽപ്പിക്കപ്പെടാതെ ഭക്ഷണം കൊണ്ടുപോയി തള്ളുമ്പോ, ആ ഭക്ഷണത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോ, അല്ലാഹുവിന്റെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ നിന്ന് റൊട്ടിയുടെ ഒരു ചെറിയ കഷ്ണം അങ്ങ് താഴെ വീഴുകയാ. ആ റൊട്ടി കഷ്ണം എടുക്കാതെ അടുത്ത റൊട്ടി കഷ്ണം നുള്ളുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുനിഞ്ഞിരുന്നിട്ട് ആയിഷ ബീവിയുടെ കയ്യിൽ നിന്ന് വീണുപോയ റൊട്ടി കഷ്ണം എടുത്തു, അതിലുള്ള മണ്ണ് തട്ടിക്കളഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതങ്ങ് തിന്നുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്തിനേ അവിടെ ഇങ്ങനത്തെ ഈ മണ്ണ് പുരണ്ട ഭക്ഷണം കഴിക്കുന്നത് നബിയേ? ഇതല്ലാതെ കഴിക്കാനുണ്ടല്ലോ, പിന്നെ എന്തിനേ അവിടുന്ന് വേണ്ടാത്ത നിലത്ത് വീണ ഭക്ഷണം എടുക്കുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ മറുപടി അറിയോ? ആയിഷ പൊന്നുമോളെ, ഈ ഉപേക്ഷിക്കപ്പെടുന്ന ഭക്ഷണമില്ലേ, താഴെ നിലത്ത് പോയ ഭക്ഷണമില്ല പൊന്നുമോളെ, ഈ ഭക്ഷണത്തെ കുറിച്ചിട്ട് നാളെ പടച്ചറപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നിലത്ത് വീണുപോയ ഈ ഭക്ഷണം ഉണ്ടല്ലോ, ഈ ഭക്ഷണത്തെ കുറിച്ചിട്ട് നാളെ രാജാതിരാജനായ പടച്ചറപ്പ് ചോദ്യം ചെയ്യും. അതുകൊണ്ട് ആയിഷ, നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്പമെങ്ങാനും നജസുള്ള സ്ഥലത്ത് വീണു പോയാൽ പോലും, നോക്കണേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാത്ത വാക്കുകൾ ഓർക്കണേ. ആയിഷ, നീ കഴിക്കുന്ന ഭക്ഷണമെങ്ങാനോ നജസുള്ള സ്ഥലത്ത് വീണു പോയാലോ അത് പിശാചിന് വേണ്ടി മാറ്റിക്കളയല്ല ആയിഷ, അത് പിശാചിന് വേണ്ടി നീ ഉപേക്ഷിക്കല്ലേ ആയിഷ. അതിലുള്ള നജസ് നീക്കി കളഞ്ഞിട്ട് നീ അത് തിന്നണേ ആയിഷ.
ആയിഷ, അതിലുള്ള നജസ് നീക്കിക്കളഞ്ഞിട്ട് അത് നിന്റെ കൈ കൊണ്ട് പെറുക്കിയെടുക്കാൻ എനിക്ക് കിട്ടുന്നില്ല എങ്കിൽ സൂചി കൊണ്ട് കുത്തിയെടുത്തിട്ടെങ്കിലോ നീ അത് തിന്നണേ ആയിഷ. അത് ഇബ്ലീസിന് വേണ്ടി മാറ്റിക്കളയല്ല, അത് ഇബ്ലീസിന് വേണ്ടി ഉപേക്ഷിക്കല്ല ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഓർമ്മപ്പെടുത്തുകയാ. എന്റെ പൊന്നുപെങ്ങളെ, സാന്ദർഭികമായിട്ട് പറഞ്ഞതാ, നമ്മുടെ മേശപ്പുറത്ത് നിരത്തപ്പെടുന്ന ഭക്ഷണങ്ങളില്ലേ, അത് വേണ്ടിക്കും വേണ്ടാതെയും കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയി തള്ളുമ്പോ ഏതോ ഹോട്ടലിന്റെ പിൻഭാഗത്തുള്ള കുപ്പത്തൊട്ടിയിൽ കൈയിട്ട് വാരിയിട്ട് കാക്കയും പൂച്ചയും നായ്ക്കളും തിന്നുന്ന അതേ കുപ്പത്തൊട്ടിയിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യ മക്കളും കൈയിട്ട് വാരി തിന്നിട്ട് പട്ടിണി മാറ്റുന്ന പശിയടക്കുന്ന രംഗം മറന്നു പോവല്ലേ മോളെ. എന്റെ പൊന്നുപങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ചിന്തിക്കുക. ശൈബ് അബീ താലിബിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ട് എത്രയോ ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് പട്ടിണി കിടക്കുന്ന 4 വയസ്സുള്ള പൊന്നുമോളെ ഓർക്കുക. പ്രായം തളർത്തിയ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയെ ഓർക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുക. ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്നിട്ട് പൊന്നാരമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഉമ്മാ എനിക്ക് വല്ലാതെ വിശക്കുന്നു ഉമ്മാ, എനിക്ക് വല്ലാതെ വിശക്കുന്നു ഉമ്മാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചിന്തിച്ചു, റബ്ബേ, ഒരു പിടി ഭക്ഷണം പോയിട്ട് ഒരിറക്ക് വെള്ളം പോലും ഇല്ലല്ലോ അല്ലാ, പിന്നെ എങ്ങനെയാ ഞാൻ എന്റെ പൊന്നുമോളെ പട്ടിണി മാറ്റുക? ഖദീജ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തെന്നറിയോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചിട്ട് നടക്കുകയാ, തൊട്ടപ്പുറത്തുള്ളൊരു കുറ്റിക്കാട്ടിലേക്ക് നടക്കുകയാ. പച്ചിലച്ചെടികൾ തല ഉയർത്തി നിൽക്കുന്ന കുറ്റിക്കാട്ടിലേക്ക് നടന്നിട്ട് തന്റെ പൊന്നുമോളെ മുമ്പിൽ വെച്ചിട്ട് ആദ്യം ചെയ്യുന്നത് ഉമ്മയാ. പച്ചയിലയങ്ങ് ഊരിയെടുത്തിട്ട് പറിച്ചെടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദ്യം പച്ചയിലത്തുനിന്ന് കാട്ടിക്കൊടുക്കുന്നത് ഉമ്മയാ. പട്ടിണിയുടെ കാഠിന്യം കൊണ്ട് പച്ചയില തിന്നുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നാര ഭാര്യ അത് കണ്ടപ്പോ അവിടുത്തെ പൊന്നാര മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഉമ്മയോടൊന്നിച്ചിട്ട് ബിസ്മി ചൊല്ലിയിട്ട് പച്ചില തിന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി പട്ടിണി കിടന്നപ്പോ അവസാനം മരണം മുന്നിൽ കാണാൻ തുടങ്ങിയപ്പോ പച്ചിലയെ തിന്നിട്ട് പട്ടിണി മാറ്റിയ, പച്ചയില തിന്നിട്ട് പട്ടിണി മാറ്റിയ ഒരു ഉമ്മയും മോളും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിലെ റാണിമാരായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയാ, ഫാത്തിമത്തു സുഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹയാണ്. ആ ഒരു വിലക്ക് അവസാനിക്കുമ്പോഴേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിളിച്ച് വിട പറയുകയാ. ഖദീജ ബീവി ലോകത്തോട് വിട പറയുമ്പോ പൊന്നാര മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ 5 6 7 വയസ്സ് 6 വയസ്സ് പ്രായമുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ചാരത്തെ വിളിക്കുകയാ. ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുകയാണ്. ഉമ്മയുടെ അവസാനത്തെ നിമിഷമാ. ഖദീജ റളിയല്ലാഹു അൻഹ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അടുത്ത് വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, ഫാത്തിമ, ഉമ്മയുടെ വേർപാടിന്റെ സമയമാണ് ഫാത്തിമ. ഉമ്മ ഇതാ ലോകത്തോട് വിട പറയാൻ പോകുന്നു ഫാത്തിമ. എന്റെ ഉപ്പക്ക് താങ്ങും തണലുമായുള്ളത്, നിന്റെ ഉപ്പക്ക് താങ്ങും തണലുമായി നിന്നത് നിന്റെ ഉമ്മയാണ് ഫാത്തിമ. ശത്രുവിന്റെ കല്ലേറിൽ നിന്ന്
എടുക്കാത്തത് നിന്റെ ഉമ്മയാണ് ഫാത്തിമ. അതുകൊണ്ട് പൊന്നുമോള്, ഇനി ഉമ്മയുടെ സ്ഥാനത്ത് ഉപ്പയെ സംരക്ഷിക്കാൻ എന്റെ പൊന്നുമോളെ നീ അല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് ഉപ്പയെ നോക്കണേ, ഉപ്പയുടെ കാര്യം ശ്രദ്ധിക്കണേ. തന്റെ തോളിൽ തന്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു മുത്തുമാല ഊരിയെടുത്തിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു, മോളെ ഇതല്ലാതെ ഒന്ന് തരാൻ ഉമ്മാന്റെ കൈവശം മറ്റൊന്നില്ല മോളെ. എന്റെ പൊന്നുമോളെ, ഈ മാല കൊണ്ട് നാളെ രക്ഷപ്പെടാൻ നിനക്ക് സാധിക്കുന്നതാ. ഉമ്മയുടെ ഓർമ്മക്ക് വേണ്ടിയിട്ട് ഉമ്മ ഇത് നിനക്ക് സമർപ്പിക്കുന്നു മോളെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ദുഃഖത്തിലാഴ്ത്തിയിട്ട് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ ദുഃഖിതനായി പോയി. പക്ഷേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരുന്നുവോ അത് മുഴുവനും ചെയ്തു കൊടുത്തത് പിന്നീട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. ഊണിലും ഉറക്കിലും രാവിലും പകലിലും യാത്രയിലും എല്ലാം ഫാത്തിമ റളിയല്ലാഹു അൻഹ പിതാവിന്റെ നിഴലായി പിന്തുടർന്നു. പിതാവിന്റെ കൂടെ തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സദാ സമയം സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. നോക്കൂ നിങ്ങള്, ഫാത്തിമ ബീവിക്ക് ഞാൻ ഫാത്തിമത്തു ഉമ്മു അബീഹ എന്ന പേര് കിട്ടിയതാ പറയുന്നത്. ഇങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞപ്പോ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പോവുകയാണ്. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. ചുറ്റും ശത്രുക്കളാണ്. ഒരു ദിവസം ഇങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോ ശത്രുക്കളതാ ഒളിഞ്ഞു നിൽക്കുകയാണ്. എന്തിനെന്നറിയോ? നല്ല മനോഹരമായ വെള്ളവസ്ത്രം ധരിച്ചു വരുന്ന ലോകത്ത് ഏറ്റവും അഴകാർന്ന ശരീരത്തിന്റെ ഉടമയായ, ഏറ്റവും മനോഹരമായ ശരീരത്തിന്റെ ഉടമയായ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് ചളി അഭിഷേകം നടത്താൻ പെട്ടെന്നു പാർശ്വങ്ങളിൽ നിന്നു മൺകോരിട്ട പല മുഷ്കരന്മാർ കൃത്യജ്ഞരെങ്കിൽ കനകാഭിഷേകം ചെയ്യേണ്ടതാമീ ഗുരുവിൻ ശിരസിൽ. മഹാകവി വള്ളത്തോൾ ആ സംഭവം വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പോകുമ്പോ കുറ്റിക്കാട്ടിൽ മറഞ്ഞു നിന്ന ശത്രുക്കളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹത്തേക്ക് ചാടി വീണു. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരം മുഴുവനും അവര് കളിമണ്ണ് വാരിത്തേക്കുകയാണ്. ജ്ഞാനഗർഭം തിരുമൗലി തൊട്ട് സന്മാർഗ സഞ്ചാരി പാദം വരെയോ പാംസുൽക്കാരം പറ്റിയ ശുദ്ധിമാനെ പാർത്തങ്ങു തമ്മാടികൾ കൂക്കിയാർത്തോ. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരത്തിലേക്ക് ചാടി വീഴുകയാണ്. ആക്രോശങ്ങൾ ഉയരുകയാണ്. അയ്യയ്യ മൺകൊണ്ട ഭീഷണനായി കഴിഞ്ഞല്ലോ മതാ സർവഭൗമൻ, മുഴക്കുവിൻഹോ ജയ ശബ്ദമെങ്ങോ വാഴട്ടെ ഇസ്ലാം തിരുമേനി നീണാൾ. മഹാകവി വള്ളത്തോളിന്റെ വാക്കുകളാ. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹത്തേക്ക് ചാടി വീണിട്ട് അവിടുത്തെ ശരീരം മുഴുവനും തലഭാഗം മുതൽ കാൽഭാഗം വരെ അനുഭവത്തിന്റെ മനോഹരമായ ശരീരത്തില് ചളിമണ്ണ് വാരി തേച്ച് പിടിപ്പിക്കുകയാണ്. ശരീരം മുഴുവനും ചളിമണ്ണങ്ങ് വാരി തേച്ച് പിടിപ്പിച്ചു ശത്രുക്കൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനങ്ങാൻ കഴിയുന്നില്ല. അവിടുന്ന് വല്ലാതെ തളർന്നു പോയി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചളി പുരണ്ട ശരീരവുമായിട്ട് തിരിച്ചു വീട്ടിലേക്ക് നടന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് പോയാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീടിന്റെ വാതിൽക്ക് അങ്ങനെ നിൽക്കും. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി വരുന്നത് വരെ അങ്ങ് ദൂരെ നിന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതും നോക്കിയിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ നോക്കി നിൽക്കും. അന്ന് പതിവിന് വിപരീതമായി പോയ പാടെ പിതാവ് മടങ്ങി വരികയാണ്. ഫാത്തിമ ബീവി ഇങ്ങനെ നോക്കുമ്പോ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേച്ചിട്ടാണ് നടക്കുന്നത്. ഫാത്തിമ ബീവിയുടെ മനസ്സ് വേദനിച്ചു പോയി. റബ്ബേ, എന്റെ പള്ളിയിൽ പോയിട്ട് മടങ്ങി വരേണ്ട സമയമായിട്ടില്ലല്ലോ, പിന്നെ എന്തേ ഇത്ര പെട്ടെന്ന് മടങ്ങി വരുന്നത്? പിതാവിന്റെ നടത്തത്തിൽ എന്തോ അസ്വാഭാവികതയുണ്ടല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. പിതാവിന്റെ കോലം കണ്ടപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു പോയി. അല്ലാഹുവേ, എന്തിന്റെ പേരിലാ പ്രിയപ്പെട്ട പിതാവ് ക്രൂശിക്കപ്പെടുന്നത്? അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് പറഞ്ഞതിന്റെ പേരിലോ, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് പറഞ്ഞതിന്റെ പേരിലോ, ധർമ്മമേത് അധർമ്മമേത്, നീതിയേത് അനീതിയേത്, സത്യമേത് അസത്യമേത്, ഹിദായത്തേത് വലാലത്തേത് എന്ന് വേർതിരിച്ചു കൊടുത്തതിന്റെ പേരിലാണോ എന്റെ പ്രിയപ്പെട്ട പിതാവ് ക്രൂശിക്കപ്പെടുന്നതല്ലോ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പിതാവിന്റെ പൂണ്ടടക്കം കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് പിതാവിനെ താങ്ങി പിടിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. വീടിന്റെ മുറ്റത്തെത്തിയപ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേച്ച് വീണുപോയി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താഴെ വീണു. ഫാത്തിമ എന്ന 6 വയസ്സുള്ള പൊന്നുമോള് ചെയ്തതെന്തെന്നറിയോ? വീടിന്റെ അകത്തേക്ക് ഓടി ചെല്ലുകയാ. അവിടെ ഒരു തോൽപാത്രത്തിൽ വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ തോൽപാത്രം ഫാത്തിമ എന്ന 6 വയസ്സുള്ള പൊന്നുമോൾക്ക് സ്വയം താങ്ങിയെടുത്തിട്ട് കൊണ്ടുവരാൻ കഴിയില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് ആ തോൽപാത്രം ഒറ്റക്ക് താങ്ങി പിടിച്ചിട്ട് കൊണ്ടുവരാൻ കഴിയൂല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ശരീരത്തിൽ നിന്ന് ആ കളിമണ്ണ് മുഴുവനും തേച്ച് കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ആ തോൽപാത്രം വളരെ ഭാരത്തോടെ പ്രയാസത്തോടെ ഫാത്തിമ ബീവി പൊക്കിയെടുത്തു. ചരിത്രത്തിൽ കാണാം, ഈ തോൽപാത്രവുമായിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് നടന്നു വരുമ്പോ ആ തോൽപാത്രത്തിന്റെ ഭാരം കാരണത്താൽ ഫാത്തിമ ബീവി മുന്നോട്ട് കുനിഞ്ഞു പോയിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ തോൽപാത്രവും പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നു. വേച്ച് വന്നു. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹത്തുള്ള ചളിമണ്ണ് മുഴുവനും കഴുകിക്കളയാൻ തുടങ്ങി. ആ മനോഹരമായ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ചളിമണ്ണ് മുഴുവനും കഴുകി ശുദ്ധീകരിക്കാൻ തുടങ്ങി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഇത് കണ്ടുകൊണ്ടാണ് സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഈ രംഗം കണ്ടു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ നോക്കിയിട്ട് സിദ്ദീഖ് തങ്ങളാ ആദ്യം പറഞ്ഞത്, ഫാത്തിമത്തു ഉമ്മു അബീഹാ. ഫാത്തിമ പൊന്നുമോളെ, നീ നിന്റെ പിതാവിന്റെ ഉമ്മയാണ്. ഫാത്തിമ, ഇത് ചെയ്തു കൊടുക്കേണ്ടത് നിന്റെ ഉമ്മയാണ് ഫാത്തിമ. പക്ഷെ നിന്റെ പ്രിയപ്പെട്ട മാതാവ് ലോകത്തോട് വിട പറഞ്ഞു പോയില്ല മോളെ. ആ മാതാവില്ലാത്ത വിടവ്, ആ മാതാവില്ലാത്ത വിഷമം അറിയിക്കാതെ നിന്റെ പിതാവിന്റെ കാര്യം നോക്കുന്ന പൊന്നുമോള് അന്തി ഉമ്മു അബീഹാ. ഫാത്തിമത്തു ഉമ്മു അബീഹാ. ഫാത്തിമ അവളുടെ പിതാവിന്റെ ഉമ്മയാണ്. അതിനുശേഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആളുകൾ സംസാരിക്കുമ്പോ ഫാത്തിമ ബീവിയെ പരിചയപ്പെടുത്തിയിരുന്നത്, ഫാത്തിമ ബീവിക്ക് ഒരു സിഫത്ത് പറഞ്ഞിരുന്നത് ഫാത്തിമത്തു ഉമ്മു അബീഹാ. ഫാത്തിമ എന്ന് പറഞ്ഞാൽ അത് പിതാവിന്റെ ഉമ്മയാണ്. ഒരു മകളെ കുറിച്ചിട്ട് ചരിത്രം പറഞ്ഞു. ആ ഒരു ഭാഗ്യം ലഭിച്ച ഒരു പെണ്ണ് ലോകത്തുണ്ടെങ്കിൽ അത് മഹദി ഫാത്തിമത്ത് സുഹറ ബത്തൂൽ റളിയല്ലാഹു അൻഹ. നോക്കൂ നിങ്ങൾ, ഒരു കുടുംബ സേവനത്തിന് മാത്രമല്ല, 7ാമത്തെ വയസ്സിൽ ഒരു മുസ്ലിം വനിതയുടെ ധീരത എത്രത്തോളമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തതാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. 7ാമത്തെ വയസ്സിൽ
നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത്തിൽ ആരാണ് ഹാരമണിയിക്കുക എന്ന്? ആ കാണുന്ന ഒട്ടകത്തിന്റെ കുടൽമാല മുഹമ്മദിന്റെ ശിരസിൽ ചാർത്താൻ ധൈര്യമുള്ളവർക്ക് അത് ചാർത്തുന്നവന് ഞാനൊരു ചുവന്ന ഒട്ടകം ഇനാമായി കൊടുക്കുമെന്ന് അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി വെല്ലുവിളിച്ച സമയമാ. ആരാ എണീറ്റ് നിന്നത്? ഉഖബത്ത് ബിൻ അബീ മുഅയ്യിദ്. ആ നീചനായ മനുഷ്യനതാ എണീറ്റ് നിൽക്കുകയാ. എന്നിട്ടോ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് അറുത്തിട്ട ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല അത് താങ്ങി പിടിച്ചു കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴുത്തിലണിയിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കുകയാണ്. എണീക്കാൻ കഴിയുന്നില്ല. എത്രയോ കിലോ ഭാരമുള്ളതാ, എത്രയോ കിലോ ഭാരമുള്ള ഒട്ടകത്തിന്റെ ചിഞ്ഞളിഞ്ഞ കുടൽമാല അതിൽ നിന്ന് ദുർഗന്ധം വല്ലാതെ വമിക്കുകയാണ്. ആ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയിൽ നിന്നുള്ള ചീഞ്ചലമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പവിത്രമായ മുഖത്തേക്ക് പോലും ഒലിച്ചിറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. റബ്ബേ, നിനക്ക് ഞാൻ സാഷ്ടാംഗം നമിക്കുന്ന, നിനക്ക് ഞാൻ സുജൂദ് ചെയ്യുന്ന സമയത്താണല്ലോ ഈ കോലത്തിൽ ക്രൂരത ചെയ്യുന്നത്. റബ്ബേ, ആ സുജൂദിൽ കിടന്നിട്ടാ അന്ന് കഅബ ഷരീഫിന്റെ തണലിൽ വട്ടമിട്ടിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ കുതന്ത്രങ്ങൾ മെനഞ്ഞ അബൂജഹലിന്റെ നാശത്തിന് വേണ്ടി, ഉഖബത്തിന്റെ നാശത്തിന് വേണ്ടി, ഉമയ്യത്തിന്റെ നാശത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരട് പൊട്ടിയിട്ട് പ്രാർത്ഥിച്ചത്. എന്നും പള്ളിയിൽ പോയിട്ട് മടങ്ങി വരുന്ന പിതാവിനെ സമയം കുറെ പിന്നിട്ടിട്ടും കാണാതെയായപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് വേവലാതിയായി. പടച്ചോനെ, വാപ്പക്ക് എന്ത് പറ്റി? വാപ്പയെ കാണുന്നില്ലല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ വെപ്രാളത്തോടെ ബേജാറോടെ പള്ളിയിലേക്ക് നടങ്ങാനൊരുങ്ങുമ്പോ ഒരാൾ ഓടി വരികയാണ്. ഫാത്തിമ, പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ചാർത്തി. ഫാത്തിമ, അന്നീ നരസ്നേഹി നമസ്കരിച്ചോ കിടന്ന പാതി തിരുവങ്കഴുത്തിൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തി പാനെ ലഭിച്ചുള്ളൂ നമുക്ക് ഭാഗ്യം. ഇതൂളി കൊണ്ടോ കളിയാക്കൽ കൊണ്ടോ മുഖതാപമങ്ങാത്ത എങ്ങാ സത്യൻ മനസ്സിൽ കളിച്ചൊരോ ഗജം കണക്കെ മന്ദം നടന്നാത്മാഗ്രഹത്തിലെത്തി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആത്മഗ്രഹമാകുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ ഭവനത്തിൽ കിടന്നിട്ട് സുജൂദിൽ കിടക്കുമ്പോ ഈ ചീഞ്ഞളിഞ്ഞ കുടൽമാല ചാർത്തിയ വിവരം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഒരാള് വന്നിട്ട് പറയുന്നു. ഫാത്തിമ, പൊന്നുമോളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് ചാർത്തി. ഫാത്തിമ, ആരെങ്കിലും ആ ചീഞ്ഞളിഞ്ഞ കുടൽമാല എടുത്തു മാറ്റിയാൽ അവന്റെ കൈ ഞാൻ വെട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുവായ അബൂജഹൽ വെല്ലുവിളിച്ചിരിക്കുന്നു. ഫാത്തിമ, ആർക്കും ധൈര്യമില്ല മോളെ. അവന്റെ വെല്ലുവിളി അവൻ ഏറ്റെടുത്താൽ അത് സത്യമാക്കുന്നതാ. അതുകൊണ്ട് അവനെ എതിർക്കാൻ ആർക്കും ധൈര്യമില്ല. ഫാത്തിമ, ഇതങ്ങ് കേട്ടപ്പോ ഒരു സിംഹക്കുട്ടിയെ പോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കഅബ ശരീഫിലേക്ക് കുതിക്കുകയാ. ഫാത്തിമ എന്ന 7 വയസ്സുള്ള പൊന്നുമോള് ഒരു സിംഹക്കുട്ടിയെ പോലെ ഗർജിക്കുന്ന സിംഹത്തെ പോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കുതിക്കുകയാ. എന്റെ പൊന്നുപെങ്ങളെ കേൾക്കണേ, എന്റെ പൊന്നുമോളെ കേൾക്കണേ. ആരൊക്കെ നിന്നെ നേരെ ഏതൊക്കെ ഹറാമിന്റെ വിഷാമ്പ് വിട്ടാലും അതെല്ലാം പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന പെണ്ണ്. ആരൊക്കെ ഹറാമിന്റെ കറുത്ത കരങ്ങള് കാമക്കഴുകൻ
കാമുകന്മാരെ കാമക്കണ്ണുകള് മുസ്ലിം പെണ്ണിന്റെ നേരെ വട്ടമിട്ട് പറക്കുമ്പോ തട്ടമിട്ട പെണ്ണിന്റെ മാനം കളയാനും പച്ചക്ക് പിച്ച് ചീന്തിയിട്ട് റെഡ് സീറ്റുകളിൽ കൊണ്ടുപോയി അവളെ തള്ളാനും ബോംബെ കൽക്കത്ത പോലെയുള്ള ചുവന്ന തെരുവീതികളിൽ മുസ്ലിം പെണ്ണിന്റെ പച്ചയായ ശരീരം കൊണ്ടുപോയി തള്ളാനും പ്രതിജ്ഞയെടുത്തിറങ്ങിയവര് മുസ്ലിം പെണ്ണിന്റെ നേരെ പാഞ്ഞെടുക്കുമ്പോ അവനെ പുഞ്ചിരിയുടെ പൂമാല കൊണ്ട് സ്വീകരിക്കാൻ നാണമില്ലാത്ത പെണ്ണേ, നിനക്ക് എതിർക്കാൻ നിനക്ക് ശക്തിയില്ലാതെയായി പോയോ, പ്രതിരോധ ശക്തി നിനക്കില്ലാതെയായോ? എന്നാൽ കേട്ടോ പൊന്നുമോള്, ലോകത്തിന്റെ നേതാവിന്റെ പൊന്നുമോള് 7 വയസ്സുള്ള ഫാത്തിമ ഗർജിക്കുന്ന സിംഹം കണക്കെ പായുകയാ കഅബ ശരീഫിലേക്ക്. ഫാത്തിമ റളിയല്ലാഹു അൻഹ നേരെ കഅബ ശരീഫിലേക്ക് ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയുടെ അതിഭാരത്താൽ എണീക്കാൻ കഴിയാതെ സുജൂദിൽ കിടക്കുകയാ. പക്ഷേ ഫാത്തിമ ബീവി നേരെ പോയത് റസൂലുള്ളാഹിന്റെ അടുക്കലേക്കല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നേരെ ചെന്നു കഅബ ശരീഫിന്റെ മറുഭാഗത്ത് വട്ടമിട്ടിരിക്കുന്ന അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും വലീദിന്റെയും ഉഖബത്ത് ഇബ്നു അബീ മുഅയ്തിനെ ഉബയ്യ് ഇബ്നു ഖലഫും ഇരിക്കുന്ന ആ സദസ്സിലേക്ക് ചെന്നു ഫാത്തിമ ബീവി. എന്നിട്ടോ അബൂജഹൽ തന്നെ ആ രംഗം ഒരിക്കൽ വിവരിക്കുന്നുണ്ട്. ഞാൻ ഫാത്തിമയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ എന്റെ നേരെ കുതിച്ചു ചാടാ നിൽക്കുന്ന ഒരു പെൺസിംഹത്തിന്റെ ശൗര്യമായിരുന്നു ഫാത്തിമയുടെ മുഖത്ത് ഞാൻ കണ്ടത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നേരെ ഈ ശത്രുക്കളെ അടുക്കലേക്ക് ചെന്നിട്ട് അവരെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ഫാത്തിമ എന്ന 7 വയസ്സുള്ള പൊന്നുമോള് പറഞ്ഞുവത്രേ, വല്ലാഹി ഞാൻ എന്റെ പിതാവിന്റെ ദേഹത്തിൽ നിന്ന് ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തു മാറ്റുകയാ. കുടൽമാല എടുത്തു മാറ്റുന്നവന്റെ കരം ഛേദിക്കുമെന്ന് വെല്ലുവിളിച്ച ആണത്തമുള്ളവര് ഈ സദസ്സിലിരിക്കുന്നുണ്ടെങ്കിൽ ഫാത്തിമയെ ഒന്ന് തടയടാ, ഫാത്തിമയെ ഒന്ന് തടയടാ. ഞാൻ എന്റെ പിതാവിന്റെ കഴുത്തിൽ നിന്ന് ആ കുടൽമാല എടുത്തു മാറ്റുകയാണ്. ആണത്തമുണ്ടെങ്കിൽ എടുത്തു മാറ്റുന്നവന്റെ കരം കൈവെട്ടുമെന്ന് പറഞ്ഞവരെ, ആണത്തമുണ്ടെങ്കിൽ ഫാത്തിമയൊന്ന് തടയടാ, തടയടാ, ഞാനൊന്ന് കാണട്ടെ. ഒരു പെൺസിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഫാത്തിമ എന്ന 7 വയസ്സുള്ള പൊന്നുമോള് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് നീങ്ങുകയാ. ആ കുഞ്ഞിക്കൈകളെ കൊണ്ട് എത്രയോ കിലോ ഭാരമുള്ള ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തു മാറ്റാൻ കഴിയുന്നില്ല. വല്ലാത്ത വിഷമമാണ്, വല്ലാത്ത ഭാരമാ. പക്ഷേ ഫാത്തിമ റളിയല്ലാഹു അൻഹ വളരെ നേരത്തെ പ്രയാസത്തിനൊടുവിൽ കഷ്ണമായി ഒട്ടകത്തിന്റെ കുടൽമാലകൾ മുറിച്ചെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹത്തിൽ നിന്ന് ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തു മാറ്റുകയാണ്. ആ പൊന്നുമോളെ കുറിച്ചല്ലേ ലോകം പറഞ്ഞത്, ആ പൊന്നുമോളെ കുറിച്ച് ലോകം പറഞ്ഞതാ ഫാത്തിമത്തു ഉമ്മു അബീഹാ. ആ പൊന്നുമോളെ കുറിച്ചിട്ട് ലോകം പറഞ്ഞു, ധീരതയുടെ വിഷയത്തിൽ ഫാത്തിമക്ക് സമാനമായിട്ട് മറ്റൊരു പെണ്ണില്ല. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ 2 സ്ത്രീകളെയാണ് ധീരതയുടെ വിഷയത്തിൽ പരാമർശിക്കുന്നത്. ഒന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് സഫിയ റളിയല്ലാഹു അൻഹ. ഖന്തക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് കോട്ടയുടെ മുകളിൽ കയറി നിന്നിട്ട് ആണിന്റെ വേഷം ധരിച്ചിട്ട് കോട്ടക്കകത്തേക്ക് വന്ന ശത്രുക്കളെ ആണിന്റെ വേഷം ധരിച്ചിട്ട് കോട്ടയുടെ ചുമരിന്റെ മറവിൽ നിന്ന് ഊരിപ്പിടിച്ച വാളുകൊണ്ട് തല ഛേദിച്ചെടുത്തിട്ട് കോട്ടക്ക് മുകളിൽ കയറി നിന്ന് ശത്രുവിന്റെ ഇടയിലേക്ക് ആ ശിരസ് വലിച്ചെറിഞ്ഞിട്ട് ശത്രുവിന്റെ ഇടയിൽ ഒരു ബോംബ് പോലെ വിച്ഛേദനം സൃഷ്ടിച്ചത് സഫിയ റളിയല്ലാഹു അൻഹയായിരുന്നു. ആ സഫിയ റളിയല്ലാഹു അൻഹയും അതുപോലെ ഫാത്തിമത്തു സുഹ്റ ബത്തൂല റളിയല്ലാഹു അൻഹയുമാണ് ധീരതയുടെ വിഷയത്തിൽ പരിശുദ്ധ ഇസ്ലാമിൽ ചർച്ച ചെയ്യപ്പെടുന്ന 2 മഹിളാ രത്നങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട്, പ്രത്യേകിച്ച് ഭൗതിക കലാലയങ്ങളിലേക്ക് പോകുന്ന എന്റെ പൊന്നു പങ്ങന്മാരോട് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതെങ്കിലും ഒരുത്തന്റെ ഹറാമായ നോട്ടം പൊന്നുമോളെ നിന്റെ നേരെ പതിയുമ്പോ
അവൻ ഏത് മതസ്ഥനായാലും ഏത് വിഭാഗക്കാരനായാലും, അത് നിന്റെ ക്ലാസ്മേറ്റ് ആയാലും നിന്റെ കുടുംബക്കാരനായാലും നിന്റെ സ്വന്തക്കാരനായാലും ബന്ധക്കാരനായാലും, നിന്റെ നേരെ അവന്റെ നോട്ടം ഹറാമായ ദിശയിലൂടെയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ നിനക്ക് ഈമാനിക ആവേശം വേണം പൊന്നുമോളെ. അല്ലാഹു നമ്മുടെ സഹോദരിമാർക്കൊക്കെ അതിനുള്ള ധീരത നൽകുമാറാവട്ടെ. അല്ലാഹു ധീരത നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരിമാരൊക്കെ എതിർക്കേണ്ട വിധം എതിർത്താൽ, പ്രതിരോധിക്കേണ്ട വിധം പ്രതിരോധിച്ചാൽ, മുസ്ലിം പെണ്ണ് മുസ്ലിമായിട്ട് നിലകൊണ്ടാൽ ലോകത്ത് ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്കും ഒരുത്തന്റെ കാമാർത്ഥമായ നോട്ടം നീങ്ങുകയില്ല. വല്ലാഹി, ഒരു സംശയമില്ല. അല്ലാഹു നമ്മുടെ സഹോദരിമാർക്ക് ബോധം നൽകുമാറാവട്ടെ. നമ്മളെ പെൺകുട്ടികളൊക്കെ അങ്ങനെയല്ലല്ലോ. സ്കൂൾക്കും കോളേജിക്കൊക്കെ പോകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ സ്വിച്ചിട്ടച്ച ബൾബ് പോലെ വിളിച്ചു വെച്ചാ പിന്നെ വീട്ടിക്ക് തിരിച്ചു വന്നാലേ ഒരാ ഇടി മാറുള്ളൂ. കണ്ടോന്റെ മുഖത്ത് നോക്കിയിട്ടൊക്കെ അല്ലേ? നോക്കൂ നിങ്ങൾ, മഹദിയായ ഉമ്മു സലീം റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടോ, പെണ്ണ് ഒരു അന്യ ആണിനോട് സംസാരിക്കുകയാണെങ്കിൽ അവള് ശബ്ദം ഉയർത്തിയിട്ട് അവള് മാർദ്ദവത്തോടെ സംസാരിക്കാൻ പാടില്ല. പെണ്ണ് ഒരു അന്യ ആണിനോട് അതിന് നേരിട്ടായാലും വേണ്ടില്ല, നേരിട്ട് സംസാരിക്കാൻ പാടില്ലേ, ഏത് കോലത്തിലാണെങ്കിലും വേണ്ടില്ല, സംസാരിക്കുകയാണെങ്കിൽ പെണ്ണ് അന്യ ആണിനോട് സംസാരിക്കുമ്പോ വളരെ മയത്തോടുകൂടെ മാർദ്ദവത്തോടുകൂടെ സംസാരിക്കാൻ പാടില്ല. കാരണം എന്താ? ആ മാർദ്ദവത്തിലുള്ള സംസാരം അത് കേൾക്കുന്നവന്റെ മനസ്സിൽ ഇവളോടൊരു ഇമ്പം നൽകുന്നതാണ്. അല്ലെ? ചില ശബ്ദം കേൾക്കുമ്പോ തന്നെ തോന്നിപ്പോവൂലേ അല്ലേ? പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്ത് എന്താ പറയുന്നത്? പെണ്ണിന്റെ ശബ്ദം കേട്ടിട്ട് ആ പെണ്ണിനെ കുറിച്ച് ഇവന്റെ മനസ്സിൽ ഒരു തെറ്റായ ചിന്ത വരുമെങ്കിൽ ആ പെണ്ണിന്റെ ശബ്ദം കേൾക്കൽ പോലും ഹറാമാണ്. ഫുഖാഹ് പഠിപ്പിക്കുന്നത് അങ്ങനെയാ. ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുമ്പോ അത് ഫോണിലൂടെ ആയാലും വേണ്ടില്ല, മൈക്കിലൂടെ ആയാലും വേണ്ടില്ല, ഇനി ലൈവായിട്ടായാലും വേണ്ടില്ല, ഒരു പെണ്ണിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോ നല്ല കിളിക്കൂറ്റാണല്ലോ, ഇവളെ ശബ്ദം ഇത്ര ഉഷാറാണെങ്കിൽ പിന്നെ ഇവളാൾ എത്ര ഉണ്ടായിരിക്കും എന്ന് ഒരുത്തന്റെ മനസ്സിൽ തോന്നുന്നുവെങ്കിൽ ആ പെണ്ണിന്റെ ശബ്ദം കേൾക്കൽ അവനിക്ക് ഹറാമാണ്. അതാണ് ഉമ്മു സലീം റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഒരു പെണ്ണ് ഒരാണിനോട് അന്യ ആണിനോട് സംസാരിക്കുമ്പോൾ അവൾ മാർദ്ദവത്തോടെ സംസാരിക്കാൻ പാടില്ല. നമ്മളൊക്കെ എങ്ങാനും പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഫോൺ എടുക്കുമ്പോണ്ടല്ലോ, ഓല ആ ഹലോന്ന് കേട്ടാ മതി, സുബ്ഹാനല്ലാഹ്, അതോടെ ഇവനിങ്ങനെ വാടി തളർന്ന പോലെ ആയിട്ട് പോകും. ഹലോ കേൾക്കുമ്പോഴേക്കിന് ബാക്കി പറയും വേണ്ട. അതുകൊണ്ടാണ് ഒരിക്കൽ നമ്പർ മാറി വിളിച്ചോ പിന്നെയും വിളിച്ചും കൊണ്ടുപോലോ. നിങ്ങൾ നോക്കണം, ഒരിക്കൽ നമ്പർ മാറി വിളിച്ചതിന് വീട്ടിലുള്ള ഏതെങ്കിലും യുവതികളാണ് ഫോൺ എടുത്തിച്ചെങ്കിൽ ഓനിക്ക് പിന്നെയും നമ്പർ മാറിക്കൊണ്ടിരും, മാറിക്കൊണ്ടിരും. അതേ സ്ഥാനത്ത് വീട്ടിലുള്ള 90 വയസ്സായ ഉമ്മാമാര് തങ്ങൾ ഫോൺ എടുത്ത് നോക്കിയാൽ വെച്ചുകൊണ്ട് നിക്കാഹ് നടക്കുകയാ. നിക്കാഹ് കഴിഞ്ഞപ്പോ വിവാഹ സദ്യ കൊടുത്തത് എന്തെന്നറിയോ? ഈത്തപ്പഴവും സംസം വെള്ളവുമാണ്. അവിടെ ബൊഫേ സിസ്റ്റമില്ല. തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നവന് തെണ്ടിത്തീറ്റിക്കുന്ന സ്വഭാവമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഏതെങ്കിലും ഒരാളെ വീട്ടിൽ കല്യാണത്തിന്റെ ദിവസം ബൊഫേ സമ്പ്രദായം നടപ്പിലാക്കിയാൽ നിന്റെ വീട്ടിൽ വന്നിട്ട് ആരൊക്കെ ഭക്ഷണം നിന്ന് തിന്നോ, ആരൊക്കെ വെള്ളം നിന്ന് കുടിച്ചോ, അവരെ മുഴുവനും ആ തെറ്റ് ചെയ്യിച്ചതിന്റെ ഉത്തരവാദി നീയാണടാ. നാളെ പടച്ച റബ്ബ് നിന്നെ വെറുതെ വിടൂല മോനെ. ആരുടെയെങ്കിലും വീട്ടിൽ അത്തരത്തിലുള്ള വേണ്ടാത്തരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ വല്ലാഹി അതനുഭവിക്കേണ്ടത് നമ്മളാണ്. പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പോരാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസില്ലേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നില്ലേ, തന്റെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ ആരെങ്കിലും അനാദരിച്ചാൽ, അതിഥികൾക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കാതെ ആരെങ്കിലും അനാദരിച്ചാൽ ഖിയാമത്ത് നാളിൽ അവനെ പടച്ച റബ്ബ് അനാദരിക്കുന്നതാണ്. അവനെ പടച്ച റബ്ബ് മൈൻഡ് ചെയ്യുകയില്ല. അല്ലാഹു അവനെ ബഹുമാനിക്കുകയില്ല. നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നാരമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണ ദിവസം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ അലങ്കൃതമായ പന്തലില്ല, ഭക്ഷണത്തിന്റെ വിവിധ കൂട്ടങ്ങളില്ല, അവിടെ ബൊഫേ സിസ്റ്റം ഇല്ല. ഏകനായി പുതിയ പണവമ്മോ നിക്കാഹ് നടന്നു, മനോഹരമായി നിക്കാഹ് നടന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ തന്റെ അടുക്കലേക്ക് വിളിക്കുകയാ. ഒരു ഉമ്മ മോൾക്ക് കൊടുക്കേണ്ട, കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഉമ്മ മോൾക്ക് കൊടുക്കേണ്ട ചില ഉപദേശങ്ങളില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 14 ഉപദേശങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാ. ആ 14 വിശദീകരിച്ചിട്ട് പറയാ സമയമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 14 ഉപദേശങ്ങൾ ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞതെന്തെന്നറിയോ? ഫാത്തിമ, നീ നിന്റെ ഭർത്താവിന്റെ അനിഷ്ടം സമ്പാദിക്കല്ല ഫാത്തിമ. ഫാത്തിമ പൊന്നുമോളെ, നിന്റെ ഭർത്താവിനെ കൊണ്ട് ആവതില്ലാത്തത് ആ ഭർത്താവിനോട് നീ ആവശ്യപ്പെടല്ലേ ഫാത്തിമ. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സാധിക്കാത്തത് നീ നിന്റെ ഭർത്താവിനോട് ചോദിക്കല്ല ഫാത്തിമ, ചോദിക്കല്ല ഫാത്തിമ. ഇങ്ങനെ തുടങ്ങുന്ന ഫാത്തിമ, നീ നിന്റെ ഭർത്താവില്ലാത്ത സമയത്ത് ഒരന്യാൾക്ക് നിന്റെ വീട്ടിലേക്ക് പ്രവേശനം കൊടുക്കല്ല ഫാത്തിമ. നിന്റെ ജീവിതത്തിൽ നിന്റെ ഭർത്താവിന് സംശയം തോന്നിപ്പിക്കുന്ന കാര്യങ്ങള് നീ ചെയ്യല്ല ഫാത്തിമ. ഇങ്ങനെ 14 ഉപദേശങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തു. അവസാനം ഒരു കമ്പിളി പുതപ്പെടുത്തിട്ട് ഫാത്തിമ ബീവിന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറയുന്നു, ഫാത്തിമ പൊന്നുമോളെ, പ്രിയപ്പെട്ട പിതാവിന് സമ്മാനമായി തരാൻ, പൊന്നുമോളെ നിനക്ക് സമ്മാനമായിട്ട് തരാൻ ഈ വാപ്പന്റെ അടുത്ത് ഈ കമ്പിളി പുതപ്പല്ലാതെ മറ്റൊന്നില്ല മോളെ. ഇതല്ലാതെ സമ്മാനം തരാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊന്നാരമോൾക്ക് 1.5-2 ലക്ഷത്തിന്റെ അറയൊരുക്കിയിട്ടില്ല. വലിയ വലിയ വാഹനം കൊടുത്തില്ല, വലിയ വലിയ ഗിഫ്റ്റ് സമർപ്പിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റ് 14 ഉപദേശങ്ങളാണ്. അതുപോലെ ഒരു കമ്പിളി പുതപ്പും കൊടുക്കുകയാ. പൊന്നാരമോള് ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് പോവുകയാണ്. ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്നിറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണ് നിറഞ്ഞു പോയി. റബ്ബേ, ഈ പൊന്നുമോള് ജനിച്ചിട്ട് പിന്നെ പിതാവിനെ പിരിഞ്ഞിട്ടില്ല. ഈ പൊന്നുമോള് ജനിച്ചിട്ട് പിന്നെ പിതാവിനെ പിരിഞ്ഞിട്ടില്ല. റബ്ബേ, എന്റെ പൊന്നുമോളില്ലാതെ ഇനി മുതൽ ഞാൻ ഈ വീട്ടിൽ കഴിയണം. അല്ലാഹുവേ, എന്റെ പൊന്നുമോൾക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാഹ്. ഭർത്താവിന്റെ കയ്യും പിടിച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഫാത്തിമയുടെ മനസ്സിലുള്ള ഒരേ ഒരു മോഹം എന്തെന്നറിയോ? ഫാത്തിമ ബീവി വലിയ വലിയ സ്വപ്നങ്ങൾ ഇത് കൂട്ടിയിട്ടില്ല. ഭർത്താവിന്റെ കൂടെ ആഡംബരമായ ഒരു ജീവിതം ഫാത്തിമ ബീവി കൊതിക്കുന്നില്ല. ഫാത്തിമ ബീവിയുടെ മനസ്സിലുള്ളത് രണ്ടേ ആഗ്രഹമാണ്. ഒന്ന്, ഇബാദത്തിന് ഭംഗം വരാൻ പാടില്ല. ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു എന്നുള്ളത് കൊണ്ട് ഇബാദത്തിന് താൻ ഇതുവരെ ചെയ്തു പോന്നിരുന്ന, അനുഷ്ഠിച്ചു പോന്നിരുന്ന ആരാധനയ്ക്ക് ഭംഗം വരാൻ പാടില്ല. ആരാധനയ്ക്ക് ഭംഗം വരാൻ പാടില്ല. ഒന്നാമത്തെ ആഗ്രഹം. രണ്ടാമത്തെ ആഗ്രഹം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്നും പട്ടിണിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെന്നും ദാരിദ്ര്യമാണ്. റസൂലുള്ളാഹി തങ്ങളോട് ഒരുമിച്ചുണ്ടായ ദിവസങ്ങളിലൊന്നും ഫാത്തിമ ബീവി വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആഗ്രഹിക്കുന്നത് എന്താ? അല്ലാഹുവേ, ദിവസത്തിൽ ഒരു തവണയെങ്ങാനും ഭർത്താവിന്റെ വീട്ടില്
വിശപ്പ് മാറുന്നത് വരെ ഭക്ഷണമുണ്ടായാൽ മതിയായിരുന്നു. ദിവസം 3 വട്ടം വേണമെന്നൊന്നുമില്ല, ദിവസത്തിൽ 1 തവണ. വയറ് നിറയണമെന്നില്ല, വിശപ്പ് മാറിയാൽ മതി. ഭക്ഷണം കഴിക്കൽ 2-3 ഐറ്റംസ് ഉണ്ട്. ഓവറായിട്ട് തിന്നും അല്ലെ, വയറ് ഇമാമാകുന്ന ചില ആൾക്കാരുണ്ടാവും. ഇപ്പൊ വയറ് പള്ളിയിലെത്തിയാലും ആള് ബാത്റൂമിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ചില ആൾക്കാരുണ്ടാവും വയറ് ഓവറാക്കി നിന്ന് ചില ടീം. അങ്ങനത്തെ ടീമിനെ കുറിച്ചിട്ടല്ല. പിന്നെ ചിലൊരു വിഭാഗം ഉണ്ടാവും, എന്ത്, ഒരു വയറങ്ങോട്ട് നിറഞ്ഞാലേ നിർത്തുള്ളൂ. അവർക്കൊരു സിസ്റ്റം ഉണ്ടാവും, അതുകൊണ്ട് എത്തിയാലേ നിർത്തുള്ളൂ. അങ്ങനെയല്ല, മുഅ്മിനീങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത് വിശപ്പ് മാറുക എന്നുള്ള കണക്കാണ്. വിശപ്പ് മാറുക. വയറ് 3 ഒഴിച്ചിടണല്ലോ അല്ലെ, വയറ് 3 ഒഴിച്ചിടണം. എന്തിനൊക്കെയാ? ഒന്ന് ഭക്ഷണത്തിന്, പിന്നെ ഒന്ന് വെള്ളത്തിന്, പിന്നെ ഒന്ന് കാലിയാക്കി ഇടണം. ഇപ്പൊ എല്ലാവർക്കും ഗ്യാസിന്റെ അസുഖമല്ലേ? എല്ലാവർക്കും ഗ്യാസിന്റെ അസുഖമാണല്ലോ. എന്തുകൊണ്ട് സംഭവം എന്നറിയാം? ഈ ഗ്യാസ് എന്ന് പറഞ്ഞ ഇത് ഒഴിച്ച് ഒരു ഭാഗം വായുവിന് വേണ്ടി ഒഴിച്ചു വിടണം. മുത്തായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. അള്ളാന്റെ റസൂലിനോളം വലിയ ഡോക്ടർമാര് ലോകത്ത് വേറൊരാളുമില്ല. ഒരു ഭാഗം വയറ്റിൽ നിങ്ങൾ വായുവിന് വേണ്ടി ഒഴിച്ചിടണം എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മൾ അതൊന്നും ഒഴിച്ചിടുന്നില്ല, അതും കൂടെ ഫിറ്റാക്കി വെച്ചു. പിന്നെ വായുവിന് കിടക്കാൻ സ്ഥലമില്ല, വായുവിന് പിന്നെ കിടക്കാൻ സ്ഥലമില്ല. അപ്പൊ അത് ഇടക്കിടക്ക് ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ വരും. ആംബുലൻസ് ഓണടിച്ചിട്ട് പോകുന്ന പോലെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇടക്കിടക്ക്. അതിപ്പോ എന്താ ചെയ്യാ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെതിരെ ചെയ്തു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെതിരെ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? പടച്ചോനെ, വിശപ്പ് മാറുന്നത് വരെ ദിവസത്തിൽ 1 നേരെങ്കിലും ഭക്ഷണം കഴിക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു. ഇതാ ഫാത്തിമ ബീവിന്റെ മനസ്സിലുള്ള ആഗ്രഹം. പിന്നെ ഇബാദത്തിന് തടസ്സം വരാൻ പാടില്ല, ഇബാദത്തിന് തടസ്സം ഉണ്ടാവരുത്. ഈ 2 ആഗ്രഹം വെച്ചിട്ടാണ്, വേറെ ഒന്നും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചിന്തിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഈ മോഹം വെച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നു. ഭർത്താവിന്റെ വീട്ടിൽ ഏകദേശം രാത്രിക്ക് ചെല്ലുന്നത് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് പറയുന്നു, ഫാത്തിമ, ഇന്നത്തെ രാത്രി പോലും നിനക്കൊരു ഭക്ഷണം തരാൻ അലിയുടെ വീട്ടിലില്ല ഫാത്തിമ. ആദ്യത്തെ രാത്രി പോലും ഒരു പിടി ഭക്ഷണം തരാൻ എന്റെ വീട്ടിലില്ല ഫാത്തിമ. അതുകൊണ്ട് ഫാത്തിമ, നല്ല ശുദ്ധമായ വെള്ളം കുടിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ആദ്യ രാത്രി എന്നെ കൂളായി. ഒരു പിടി ഭക്ഷണം കഴിക്കാനില്ല, വെള്ളം കുടിച്ചിട്ട്, നല്ല ശുദ്ധമായ വെള്ളം കുടിച്ചിട്ട് രണ്ടാളും കിടന്നുറങ്ങാം. കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞിരുന്ന്, കുറച്ചേരൊക്കെ അങ്ങനെ സംസാരിച്ചിരുന്ന് അവസാനം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ വിളക്കണക്കുകയല്ലേ? ഫാത്തിമ ബീവി മൗനം പാലിച്ചു, വിളക്കണഞ്ഞു. റൂമിന്റെ അകത്ത് കൂരാക്കൂരിരുട്ട് പരന്നു. ആ കൂരാക്കൂരിരുട്ടത്ത് റൂമിന്റെ അകത്ത് നിന്ന് വല്ലാത്ത കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ കൂരാക്കൂരിരുട്ടിൽ കിടന്നിട്ട് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു ബേജാറായി, റബ്ബേ എന്തിനാ ഫാത്തിമ കരയുന്നത്? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ എന്തിനേ കരയുന്നത് ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, അലിയേ, ഓർമ്മ വെച്ച നാള് മുതൽ ഇന്ന് വരെ ഫാത്തിമാന്റെ ഒരൊറ്റ തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല അലിയേ. ഓർമ്മ വെച്ച നാള് മുതൽ ഇന്ന് വരെ ഫാത്തിമ ബീവിയുടെ ഒരൊറ്റ പാതിരാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല അലിയേ. ഇന്ന് നമ്മൾ ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ജനാപത്തുകാരായി തീർന്നാൽ, പാതിരാ സമയത്ത് കുളിക്കാൻ ഫാത്തിമക്ക് വെള്ളം കിട്ടൂലല്ലോ. പിന്നെ ഫാത്തിമ എങ്ങനെയാ തഹജ്ജുദ് നിസ്കരിക്കുക? ഫാത്തിമ ബീവിക്ക് ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ലോകത്തൊരു പെണ്ണിനില്ലാത്തൊരു പ്രത്യേകത ഫാത്തിമ ബീവിക്കുണ്ട്. ഫാത്തിമ ബീവിക്ക് ഹൈള് ഉണ്ടാവൂല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഹൈള് ഉണ്ടാവൂല. അതുകൊണ്ട് തന്നെ ഓർമ്മ വെച്ച നാളെ മുതൽ ഇന്ന് വരെ ഒരു സുബഹി നഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല പറയുന്നത്. ഒരു സുബഹി നഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ലല്ലോ പറയുന്നത്. പാതിരാത്രിയിലുള്ള തഹജ്ജുദ് നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോ സുബൈന്റെ കൂട്ടം പറയണം അല്ലെ? നമ്മളൊക്കെ ഭാര്യമാരുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കിയേ. ഞാനിങ്ങനെ മലപ്പുറത്തും പല ഭാഗത്തൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് ക്ലാസ്സിന് പോക്കുണ്ട്, ആഴ്ച ക്ലാസ്സിന് പകല് പോക്കുണ്ട്. അപ്പൊ ഇപ്പൊ അടുത്തൊരു സ്ഥലത്ത് ഒരു ചാർട്ട് കൊടുത്തിരുന്നു. അതിലിങ്ങനെ ഈ വെള്ളിയാഴ്ച മുതൽ ഈ ക്ലാസ് മുതൽ അടുത്ത ക്ലാസ് വരെ നിസ്കാരം നഷ്ടപ്പെടുത്താത്തവർ, നഷ്ടപ്പെട്ട നിസ്കാരം നഷ്ടപ്പെടാനുള്ള കാരണം, ഇങ്ങനെയൊക്കെ ഒരു ചാർട്ട് കൊടുത്തിരുന്നു. അങ്ങനെ കുറെ പെണ്ണുങ്ങള് സുബഹി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കാരണം
കാരണം ബോധിപ്പിച്ചെന്താന്ന്, 2 കാരണം എനിക്കതിൽ വായിക്കാൻ കഴിഞ്ഞത്. ഒന്ന്, കുട്ടികളെ വാപ്പ നാട്ടിലുണ്ട്. ഒരു കാരണം പറഞ്ഞത് കുട്ടികളെ വാപ്പ നാട്ടിലുണ്ട്. അപ്പൊ ഇവൾക്ക് ഇനി സുബഹിസ്കരിക്കണമെങ്കിൽ മൂപ്പര് നാട് വിട്ടോളണം. സംഗതി നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ? ഈ ബാച്ചിലർ മക്കളുള്ള സദസ്സിൽ എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ തിരിഞ്ഞില്ലേ? മനസ്സിലായി അല്ലേ? കുട്ടികളെ വാപ്പ നാട്ടിലുണ്ട്, 2 മുല കുടിക്കുന്ന കുട്ടിയുണ്ട്. അപ്പൊ ഇവളിനി സുബഹിസ്കരിക്കണമെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞ് നിസ്കരിക്കുള്ളൂ. കാരണം കുട്ടിനെ മുല കുടി നിർത്തണമെങ്കിൽ ചുരുങ്ങി 2 കൊല്ലം വേണ്ടേ? ഇതാ 2 കാരണങ്ങൾ എഴുതിയത്. എന്താപ്പ ഈ പറയുന്നത്? കുട്ടികളെ വാപ്പ നാട്ടിൽ നിന്ന് സുബഹിസ്കരിക്കാണ്ടിരുന്നത്. അപ്പൊ കേൾക്കണ പെണ്ണുങ്ങളെന്ന് ആലോചിച്ചാൽ മതി, ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്തോ. കുട്ടികളെ വാപ്പ ഉണ്ടായെന്ന് പടച്ചോനെ, അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കാണ്ടിരുന്ന സംഗതി പറഞ്ഞാൽ നടക്കൂല. പടച്ചോ വിടുന്ന എഴുതി നിങ്ങൾ സമാധാനപ്പെടണ്ട. കുട്ടികളെ വാപ്പാന്റെ തലയിൽ കിടക്കട്ടെ. ഇന്നത്തെ സുബഹിന്റെ കാരണം എന്ന് പറയുന്നത് മൂപ്പര പെരടിക്ക് കൊടുക്കാൻ നിൽക്കണ്ട. ഉത്തരവാദികളായിട്ട് തീരും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ സുബഹി പോയതല്ല, പാതിരാത്രിയിലുള്ള എന്റെ തഹജ്ജുദ് പോവോലോ എന്ന് പേടിച്ചിട്ടാണ് അലിയെ ഞാൻ കരഞ്ഞു പോയത്. ഇതങ്ങ് കേട്ടപ്പോ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ പൊന്നുമോളെ, ഇത് ആലോചിച്ച് ഞാൻ കരയാൻ തുടങ്ങിയിട്ട് നമ്മളെ കല്യാണം തീരുമാനിച്ചത് മുതൽ ഈ കാര്യം ആലോചിച്ച് ഞാൻ കരയുകയാണ് ഫാത്തിമ. ഫാത്തിമ, നമ്മളെ കല്യാണം തീരുമാനിച്ചത് മുതൽ പടച്ചറപ്പേ, ഇനി മുതൽ എന്റെ തഹജ്ജുദെങ്ങാനും നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ കരയുന്നുണ്ട് ഫാത്തിമ. അതുകൊണ്ട് മോളെ, ഇന്നത്തെ രാത്രി മധുവിധുവിന്റെ സ്വപ്നത്തേരിലേറിയിട്ട് നിലാപക്ഷികൾ നീലവാനിലെ വട്ടമിട്ട് പറക്കണ്ട ഫാത്തിമ. ഇന്ന് നമ്മുടെ മധുരത്തിന്റെ തേനാറ് ഊറ്റി കുടിക്കണ്ട ഫാത്തിമ. ഇന്നത്തെ രാത്രി നമുക്ക് പടച്ചറബിന്റെ മുമ്പിൽ സുജൂദിൽ വീണിട്ട് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാം ഫാത്തിമ. കല്യാണത്തിന്റെ ആദ്യ രാത്രി സ്വപ്നങ്ങളെല്ലാം പൂവണിയേണ്ട മധുനിലാവിന്റെ ആദ്യത്തെ രാത്രി പ്രിയപ്പെട്ട ഭാര്യയോടൊന്നിച്ച് ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. രാത്രി നിസ്കാരം തുടങ്ങി. ഭാര്യയും ഭർത്താവും നിസ്കരിക്കാം, മത്സരിച്ച് നിസ്കരിക്കാം ഭാര്യയും ഭർത്താവും. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്നലെ എപ്പോഴാണ് നിർത്തിയത്? നിർത്തേണ്ട സമയം കുറച്ചിനോട് പോയിക്കോട്ടെ, സമ്മതല്ലേ? അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം എന്താ? പൊന്നു മോള് ഫാത്തിമാനെ പിരിഞ്ഞ് ഒരു രാത്രി വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഫാത്തിമല്ലാത്തൊരു രാത്രി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫാത്തിമയെ കാണാതെ അള്ളാന്റെ റസൂലിന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം. പാതിരാ സമയമായപ്പോ അവിടുന്ന് എണീറ്റു. ഫാത്തിമ ബീവിന്റെ വീട്ടിലേക്കൊന്ന് പോയാലോ, അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്കൊന്ന് പോയാലോ, അവിടെ പോയിട്ട് മോളെയൊന്ന് കണ്ടുപോരാം. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട് ലക്ഷ്യം വെച്ച് നടക്കുകയാ. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് എത്തുമ്പോ വീട്ടിലിങ്ങനെ വിളക്ക് കത്തുന്നു. റബ്ബേ, മകളും മരുമകനും ഉറങ്ങിയിട്ടില്ലല്ലോ. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ മുമ്പിലെത്തി. വാതില് തുറന്നിട്ട് കിടക്കുന്നത് കണ്ടു. ആ വാതിലിന്റെ അകത്തേക്ക് അള്ളാന്റെ റസൂൽ എന്ന് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഭാര്യയും ഭർത്താവും സുജൂദിലാണ്. സുജൂദിൽ കിടന്നിട്ട് പടച്ചറബിനോട് പ്രാർത്ഥിക്കുന്നതാ കണ്ടത്. അവരെ നിസ്കാരം കഴിയുന്നത് വരെ അള്ളാന്റെ റസൂല് പുറത്തു നിന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ അകത്തേക്ക് സലാം പറഞ്ഞ് കയറി ചെന്നിട്ട് പ്രിയപ്പെട്ട മകളെയും മരുമകനെയും മാറോട് ചേർത്ത് പിടിച്ചിട്ട് അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു, നാഥാ എന്റെ മക്കൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇതെന്റെ കുടുംബമാണ്, ഇവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങ് പ്രാർത്ഥിച്ചു പോയി. ആദ്യ രാത്രി ഇശാ കൂടെ നിസ്കരിക്കാണ്ട് കിടന്നുറങ്ങുന്ന അവസ്ഥ. ഇപ്പൊ നമ്മളൊക്കെ എടാ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചു അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ചിന്തിക്ക്, ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്.
അതിനിടയ്ക്ക് സംഭവവികാസങ്ങളായ പലതും നടന്നു. ഫാത്തിമ ബീവി ഗർഭിണിയായി പ്രസവിച്ചു. ഫാത്തിമ ബീവി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയാ. ആൺകുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോയി. പൊന്നുമോനെ കണ്ടു, കവിൾത്തടത്തിൽ ചുടുചുംബനം കൊടുത്തു. ആ കുഞ്ഞിന്റെ ബറക്കത്തിന് വേണ്ടിയിട്ട് പടച്ച റബ്ബിനോട് മനമുരുകിയിട്ട് പ്രാർത്ഥിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഫാത്തിമ ഈ നിന്റെ മോൻ എന്താ പേര് വിളിക്കുന്നത്? ഫാത്തിമ കുട്ടിക്കെന്താ പേരിടുന്നത്? പേരിടാൻ വേണ്ടിട്ട് തർക്കിക്കുന്ന കാലാണല്ലോ അല്ലെ. പേരിടാൻ വേണ്ടിട്ട് ഇപ്പൊ അടുത്ത് ഒരു മോളെ പേര് കേട്ടിട്ട് നെട്ടിപ്പോയി. ഹാവിയ പേര് ഫാത്തിമത്തു ഹാവിയ. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീവിയുടെ ആയിക്കൊണ്ടേയിട്ട് എന്താ ഹാവിയ എന്ന് പറഞ്ഞാൽ തമ്മാമൻ ഖഫ്ഫത് മവാസിനുഹു ഹാവിയ വമാ അദ്റാക മാഹിയ നാറുൻ ഹാമിയ. കത്തിയാളുന്ന ഒരു നരകമാണ് ഹാവിയ. നരകത്തിന് 7 തട്ടുകളുണ്ട്. ഞാൻ ഇന്നലെ ഭോവിക്കാനത്ത പ്രഭാഷണം നടത്തിയിരുന്നത്. അവിടെ ജിബ്രീൽ കണ്ട ഭയാനകരമായ നരകം എന്ന വിഷയ ചർച്ച ചെയ്തത്. നോക്കൂ നിങ്ങള്, അതിൽ 7 തട്ട്, നരകത്തിന്റെ 7 ഷിഫ്റ്റ് പറയുന്നുണ്ട്. അതിലെ ഒരു ഷിഫ്റ്റാണ് ഹാവിയ. മകൾക്ക് പേരിട്ടതാണ് ഹാവിയ. അല്ലാഹു കാക്കട്ടെ അല്ലെ. ഇവിടെ സാനിയ എന്ന് പേരിട്ട ലോകത്തഞ്ഞിപ്പോ ഹാവിയ അല്ലെ. മോളെ സാനി, മോളെ വ്യഭിചാരി. എന്തൊരു സ്നേഹത്തോടെ വാപ്പ വിളിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ. പടച്ചറബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയോട് ചോദിക്കുന്ന, ഫാത്തിമ നിന്റെ മോൻ എന്ത് പേരാ വിളിക്കുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ അവന്റെ പ്രിയപ്പെട്ട പിതാവ് ധീരനല്ല നബിയേ, അവന്റെ പിതാവ് ധീരനല്ല നബിയേ, ധീരശൂര പരാക്രമിയല്ല നബിയേ. അതുകൊണ്ട് മകന് ഹർബ് എന്ന പേര് വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. യോദ്ധാവ് ധീരൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഹർബ് എന്ന പേരാണ് ഞങ്ങൾ വിളിക്കാൻ കരുതിയിരിക്കുന്നത്. യോദ്ധാവ്, ധീരത എന്നൊക്കെ, യുദ്ധം എന്നൊക്കെ, ഹർബിനൊക്കെ അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളുണ്ട്. അതാണ് പേരിടാൻ വേണ്ടി കരുതിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ നാളെ നമ്മുടെ പൊന്നാര മക്കള് പടച്ചറബിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുമ്പോ ഈ ദുനിയാവിൽ നിങ്ങൾ അവരെ ഏത് പേര് വിളിച്ചോ ആ പേര് കൊണ്ടാണ് അവരെ മഹ്ശറയിൽ പടച്ചറബ് വിളിക്കുക. ഈ ദുനിയാവിൽ നിങ്ങൾ അവർക്ക് ഏതാണോ പേര് കൊടുത്തത് അതേ പേര് കൊണ്ടാണ് ഫാത്തിമ നിങ്ങളെ പൊന്നുമക്കളെ നാളെ പടച്ചറബ് വിളിക്കുക. അതുകൊണ്ട് ഫാത്തിമ നിങ്ങളെ പൊന്നുമക്കൾക്ക് നിങ്ങൾ നല്ല പേര് വെക്കണേ ഫാത്തിമ. അതുകൊണ്ട് മോളെ ഇത് ഹർബല്ല ഫാത്തിമ, ഇവന് ഹസനാണ് ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ കുട്ടിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനപ്രകാരം ഹസൻ എന്ന പേരിട്ടു. സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ സാന്ദർഭികമായിട്ട് മറന്നുപോയി. അതിന് ഭാര്യ റെഡിയല്ലേ അല്ലേ? നമ്മളെ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാവരുടെ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളാണ്. പടച്ചോനെ, ഇബ്ലീസ് കുപ്പായത്തിനുള്ളിൽ കൂടെ ഒക്കെ കയറുന്നത് കേട്ടോ. ഇബ്ലീസ് അല്ലെങ്കിൽ എന്താ പറയാ, ഒരു എന്ത് പിടിക്കാന്ന് പറയാം, മസിൽ പിടിക്കുന്നതുകൊണ്ടൊന്നല്ല ഡേറ്റ് കൊടുക്കാണ്ടിരിക്കുന്ന, ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഏതെങ്കിലും മഹല്ലത്തുകാർക്ക് അതിൽ വിഷമം അനുഭവപ്പെട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകുന്ന പക്ഷം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വർഷങ്ങളിൽ ഒരുമിച്ച് കൂടാൻ പടച്ചറബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരിക്കലും മനഃപൂർവ്വം ഡേറ്റ് തരാതിരിക്കുന്നതല്ല. നിങ്ങൾക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ പരിശോധിച്ചാൽ ഏപ്രിൽ ഷെഡ്യൂൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. മനഃപൂർവ്വം കൊടുക്കുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സംഘാടകർ, അത്തരം മഹല്ലത്തുകളിലെ സംഘാടകരോട് ഞാൻ വളരെ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. അള്ളാഹു നമുക്ക് നല്ല നിലയ്ക്ക് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ CD ആവശ്യമുള്ള ആളുകൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ നഗരിയിൽ നിന്ന് അത് ലഭിക്കുന്നതാണ്. മധുരിക്കുന്ന ദാമ്പത്യമെന്ന പഠനാർഹമായ വിഷയം ചർച്ച ചെയ്യുന്ന ഓഡിയോ CD ആണ്, വീഡിയോ അല്ല. 60 രൂപയാണ് അതിന്റെ വില. ആവശ്യമുള്ള ആളുകൾ അത് ബന്ധപ്പെട്ടവരിൽ നിന്ന് സ്വീകരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. പടച്ച റബ്ബ് നമുക്ക് ഖൈർ ചെയ്യാൻ, ഖൈർ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പേരിട്ടത് ഹസൻ എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
അഭിപ്രായം മാനിച്ച് ഫാത്തിമ ബീവി കുട്ടിക്ക് ഹസൻ എന്ന് പേരിട്ടു. അങ്ങനെ സന്താന പരിപാലനത്തിലേക്ക് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് മാതൃക ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുഖേന ലോകത്തിന് കാട്ടി തന്നിട്ടുണ്ട്. ഓരോന്ന് വിശദീകരിച്ച് പറയുമ്പോൾ സമയം അങ്ങ് വല്ലാതെ നീണ്ടുപോകുന്നതാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ സ്നേഹിച്ച രണ്ട് മക്കളാണ് ഹസനും ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. കർബലയുടെ നായകനെ സയ്യിദുശ് ശുഹദാ ഇമാമുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയുടെ മക്കളെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും മക്കളായ ഹസനും ഹുസൈനും ഭർത്താവായ അലി റളിയല്ലാഹു അൻഹും ഈ 4 പേരെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഇത് എന്റെ കുടുംബമാ, ഇതെന്റെ കുടുംബമാ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പല് പോലെയാണ്. അഥവാ ആ പ്രളയം സംഭവിച്ചപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ കയറിയവരെല്ലാം രക്ഷപ്പെട്ടു, അല്ലാത്തവർ മുങ്ങി നശിച്ചു എന്ന പോലെ എന്റെ കുടുംബത്തെ മുറുകെ പിടിച്ചിട്ട് അവരെ സ്നേഹിച്ചിട്ട് ആരെങ്കിലും നടന്നോ അവര് രക്ഷപ്പെട്ടിരിക്കുന്നു. ഫാത്തിമ ബീവിയെയും അലി റളിയല്ലാഹു അൻഹുവിനെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും മാറോട് ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, അവരെ സ്നേഹിക്കാൻ പടച്ച റബ്ബ് സാധുക്കളായ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഇങ്ങനെ ഫാത്തിമ ബീവിയുടെ എത്രയെത്ര ചരിത്രങ്ങളാ പറയാനുള്ളത് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നാരമോള് ഫാത്തിമ ബീവിയുടെ ധർമ്മത്തെ കുറിച്ച് പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ജീവിതകാലത്ത് കൊടുത്ത ധർമ്മമുണ്ടല്ലോ, അറിയുമോ പെങ്ങളെ? ധരിച്ച വസ്ത്രം ഊരിക്കൊടുത്തിട്ട് ധർമ്മം ചെയ്ത പെണ്ണാണ് ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട സാധുവായ പെണ്ണ് കീറി പറഞ്ഞ വസ്ത്രം ധരിച്ചിട്ട് കടന്നു വരികയാ. ഫാത്തിമ റസൂലുള്ളാഹിന്റെ പൊന്നുമോളെ, ഉടുതുണിക്ക് മറുതുണിയില്ല ഫാത്തിമ, ഔറത്ത് മറച്ച് നിസ്കരിക്കാൻ പോലും എനിക്ക് വസ്ത്രമില്ല ഫാത്തിമ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പൊന്നുമോളെ, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട് എനിക്കൊരു കൂട്ടം വസ്ത്രം തരണേ ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിന്തിച്ചു, റബ്ബേ, ഞാൻ ഈ ധരിച്ച വസ്ത്രമല്ലാതെ രണ്ടാമതൊരു വസ്ത്രം ഇവിടെ ഇല്ലല്ലോ റബ്ബേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്കുള്ളത് ആകെ ഒരൊറ്റ കൂട്ടം വസ്ത്രം. ഫാത്തിമ ബീവി ധരിച്ച വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രം ഫാത്തിമ ബീവിന്റെ അടുക്കലില്ല. ഫാത്തിമ ബീവിന്റെ അടുക്കൽ മറ്റൊരു വസ്ത്രമില്ല. ഫാത്തിമ ബീവി ചിന്തിച്ചു, നാദാ, ഞാൻ എങ്ങനെയാ ഈ വസ്ത്രം കൊടുക്കുക? അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട് ചോദിച്ച ആളെ ഞാൻ എങ്ങനെയാ മടക്കി വിടുക? ചോദിച്ചു വരുന്ന ആളുകൾ നിങ്ങൾ വെറും കയ്യോടെ മടക്കല്ലേ, നിസാരപ്പെടുത്തി അയക്കല്ലേ, ഖുർആനിന്റെ താക്കീതല്ലേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത കമ്പിളി പുതപ്പുണ്ടല്ലോ, ആ കമ്പിളി പുതപ്പ് തന്റെ ദേഹത്തൊക്കെ പൊതിഞ്ഞിട്ട് താൻ ധരിച്ച വസ്ത്രം അഴിച്ചിട്ട് ഈ സാധുവായ പെണ്ണിന് കൊടുക്കുകയാണ്. ഉണ്ടായിരുന്ന ഏക വസ്ത്രം എടുത്തിട്ട് ധരിച്ച വസ്ത്രം അഴിച്ചിട്ട് ഫാത്തിമ ബീവി ആ പെണ്ണിനങ്ങ് ധർമ്മം കൊടുത്തു. എന്നിട്ടോ ആ കമ്പിളി പുതപ്പ് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പുതച്ചിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ വന്നു. ഫാത്തിമാന്റെ വാതിലിൽ മുട്ടി, ഫാത്തിമ വാതില് തുറക്കുമോളെ ഫാത്തിമ.
അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഫാത്തിമ ബീവി ചോദിച്ചു, നബിയേ അങ്ങയുടെ കൂടെ ആരാ ഉള്ളത്? ഇല്ല എന്റെ കൂടെ സയ്യിദ് ഉണ്ട് മോളെ, എന്റെ കൂടെ സന്തത സഹചാരിയായ സയ്യിദ് എന്റെ കൂടെ ഉണ്ട് ഫാത്തിമ. എന്നാൽ ആ സയ്യിദിനോടൊന്നങ്ങ് മാറി നിൽക്കാൻ പറയൂ നബിയേ. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ഭുതപ്പെട്ടു പോയി. എന്തിനാ സയ്യിദിനോട് മാറി നിൽക്കാൻ പറയുന്നത്? ഫാത്തിമ ബീവി ഒന്ന് വാതിൽ തുറന്നു, സയ്യിദ് റളിയല്ലാഹു അൻഹു അങ്ങ് മാറി നിന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹു മാറി നിന്നു. ഫാത്തിമ ബീവി ഒന്ന് വാതിൽ തുറന്നു. നോക്കുമ്പോ ഫാത്തിമ ബീവി തലയിൽ തട്ടിട്ടിട്ടില്ല. ഫാത്തിമ ബീവി തലയിൽ തട്ടിട്ടിട്ടില്ല. കമ്പിളി പുതപ്പോണ് ഇങ്ങനെ പുതച്ചു മൂടിയിട്ടാണുള്ളത്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ കയറി ഫാത്തിമ ബീവിയോട് ചോദിച്ചു, മോളെ നിനക്ക് പനിക്കുന്നുണ്ടോ ഫാത്തിമ? നീ രോഗിയാണോ ഫാത്തിമ? എന്തേ കമ്പിളി പുതപ്പ് കൊണ്ട് പുതച്ചു മൂടിയിരിക്കുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലാഹി ഇല്ല നബിയേ, ഇല്ല നബിയേ, പനിക്കുന്നില്ല. പക്ഷേ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് വസ്ത്രം ചോദിച്ചപ്പോ നിസ്കരിക്കാൻ പോലും ഔറത്ത് മറച്ച് നിസ്കരിക്കാൻ പോലും വസ്ത്രമില്ല. അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട് വല്ല വസ്ത്രവും തരണേ ഫാത്തിമ എന്നെന്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോ നബിയേ ഞാൻ എനിക്കുണ്ടായിരുന്ന ആകെ ജോഡി വസ്ത്രം ഊരിക്കൊടുത്തു നബിയേ, ഞാൻ എന്റെ വസ്ത്രം അങ്ങ് അഴിച്ചു കൊടുത്തു നബിയേ. എന്നിട്ട് ഈ കമ്പിളി പുതപ്പ് കൊണ്ട് പുതച്ചു മൂടിയിരിക്കുകയാ. ഇതുകൊണ്ട് കാല് മറച്ചാൽ തലമറയില്ല, തലമറച്ചാൽ കാല് മറയില്ല. അങ്ങനത്തെ വസ്ത്രമാ നബിയേ. അതുകൊണ്ടാ സയ്യിദിനോട് മാറി നിൽക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് സയ്യിദിനോട് മാറി നിൽക്കാൻ പറഞ്ഞത് നബിയേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പൊന്നാര മോളെ കാര്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം വസ്ത്രം അഴിച്ചിട്ടങ്ങ് ധർമ്മം കൊടുക്കാൻ, നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്താ കൊടുക്കുക? നമുക്ക് ഫിറ്റാവാത്ത, നമുക്ക് യോജിക്കാത്ത പഴയ വല്ല വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തു കൊടുക്കും. ഉടുവസ്ത്രം അഴിച്ചെടുത്തിട്ട് ധർമ്മം കൊടുത്തു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോഴല്ലേ പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്, നിങ്ങൾ വീടിന്റെ പിന്നിൽ കൂടെ പോവരുത്, വീടിന്റെ മുന്നിൽ കൂടെ തന്നെ പോവണം. നിങ്ങൾ വീട്ടിൽ കയറുമ്പോൾ സമ്മതം ചോദിക്കണം. സമ്മതം ചോദിച്ചാൽ നിങ്ങൾ അകത്ത്, സമ്മതം കിട്ടിയാൽ അകത്ത് കയറുക, ഇല്ലെങ്കിൽ നിങ്ങൾ മടങ്ങിപ്പോരുക എന്നൊക്കെ അർത്ഥം വരുന്ന ആയത്ത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് അതുകൊണ്ടാ. പെണ്ണുങ്ങളെ ആരെങ്കിലും ഡോർ ബെൽ അങ്ങോട്ട് അടിക്കുമ്പോഴേക്ക് ഓടിച്ചെന്നിട്ട് വാതിൽ തുറന്നിട്ട് വെൽക്കം പറയാൻ നിൽക്കണ്ട. പെണ്ണ് വാതിൽ തുറക്കാനേ പാടില്ല, അത് വേറെ കാര്യം. ആണ് വീട്ടിലുണ്ടായിരിക്കുക, പെണ്ണെന്ത് ചെയ്യാൻ പാടില്ല. ഒരാൾ വന്ന് വാതിൽ മുട്ടിയാൽ തുറക്കാൻ പാടില്ല. നമ്മൾ ആണുങ്ങളെ എന്താ ചെയ്യാ? കാലൊക്കെ കയറ്റിട്ട് ഇങ്ങനെ മഹാരാജാവ് ഇരിക്കുന്ന കോലത്തിരിക്കേ വല്ലടിക്കുന്ന ആരാ നോക്കിയടി വാതിൽ തുറക്ക്, മോനെ ഓളോട് കൽപ്പിക്കുക. ആണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ആണ് പോയിട്ടാ വാതിൽ തുറക്കേണ്ടത്. ആണ് പോയിട്ട് വാതിൽ തുറന്നിട്ട് വന്നവരെ സ്വീകരിക്കാൻ കഴിയണം. പ്രിയപ്പെട്ട നിങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വസ്ത്രം അഴിച്ചിട്ടങ്ങ് കൊടുത്തു, ഉടുവസ്ത്രം. നോക്കൂ നിങ്ങൾ, ഫാത്തിമ ബീവിയുടെ ഒരു ധർമ്മം കൂടെ നോക്കൂ. ആഴ്ച ഒന്ന് കഴിഞ്ഞു. പകല് മുഴുവനും നോമ്പാണ്. നോമ്പ് തുറക്കുമ്പോ ഭക്ഷണമില്ല, പച്ചവെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറക്കുകയാണ്. രാത്രിയിലും ഒരു വെള്ള ഭക്ഷണവും കഴിക്കാനില്ല, അത്താഴ സമയത്തും വെള്ളം കുടിക്കുകയാണ്. പകലും നോമ്പ്, രാത്രി നോമ്പിന്റെ അവസ്ഥ തന്നെയാണ്, ഒന്നും കഴിക്കാനില്ല. ഒരാഴ്ചയായിട്ട് ഇതേ അവസ്ഥയുള്ളത്. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു പുറത്തു പോയപ്പോ ഒരൽപ്പം റൊട്ടി ചുടാനുള്ള പൊടി കിട്ടി. യവപ്പൊടി കിട്ടി. സന്തോഷത്തോടെ അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നു, ഫാത്തിമ ഇന്നെങ്കിലും നമ്മുടെ പൊന്നുമക്കൾക്ക് ഒരു നേരമെങ്കിലും നോമ്പ് തുറക്കുമ്പോ ഭക്ഷണം കഴിക്കാം ഫാത്തിമ, അല്പം പൊടി കിട്ടിയിട്ടുണ്ട് ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹ വല്ലാത്ത സന്തോഷത്തോടെ റൊട്ടി ചുടുകയാണ്. 4 റൊട്ടി ചുട്ടു. ഒന്ന് ഹസനി, ഒന്ന് ഹുസൈന്, ഒന്ന് അലിക്ക്, ഒന്ന് ഫാത്തിമക്ക് റളിയല്ലാഹു അൻഹു. 4 റൊട്ടി ചുട്ടു. മക്കള് വല്ലാത്ത സന്തോഷത്തിൽ, റബ്ബേ ഒരാഴ്ചയായി ഭക്ഷണം കഴിച്ചിട്ട് ഇന്നെങ്കിലും നോമ്പ് തുറക്കുന്ന സമയത്ത് സന്തോഷത്തോടെ വല്ലതും കഴിക്കാമല്ല റബ്ബേ. മഗ്രിബിന്റെ ബാങ്കും പ്രതീക്ഷിച്ചിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഒരാൾ വീട്ടിലേക്ക് കടന്നു വന്ന്, ഫാത്തിമ അലിയേ ഇന്നത്തെ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അലിയേ, ഇന്നത്തെ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഫാത്തിമ, അതുകൊണ്ട് എനിക്ക് വല്ലതും തരുമോ ഫാത്തിമ?
ഉള്ളില് ഭക്ഷണം ഉണ്ടായിരിക്കേ ഇല്ലെന്ന് പറയാൻ പറ്റൂലല്ലോ. ഫാത്തിമ ബീവി ചിന്തിച്ചോ, എന്റെ വിഹിതം എടുത്തിട്ട് അങ്ങ് കൊടുത്തേക്കാം. ഇവിടെ അള്ളാന്റെ റസൂലിന്റെ കുടുംബം ഒരാഴ്ചയായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. വന്ന ആൾ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ വിഹിതമായ റൊട്ടിയെടുത്തിട്ട് ആ മനുഷ്യന് കൊടുത്തു. സന്തോഷത്തോടെ അയാളത് തിന്നു, തിരിച്ചുപോയി. അല്പസമയം കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ഒരാളും വന്നു. ഫാത്തിമ, വല്ലതും തരണേ, വിശക്കുന്നു ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹ അലിയുടെ വിഹിതം എടുത്തു കൊടുത്തു. മൂന്നാമത്തെ ആള് വന്നു, ഹസന്റെ വിഹിതം കൊടുത്തു. നാലാമത്തെ ആള് വന്നപ്പോ ഹുസൈന്റെ വിഹിതവും കൊടുത്തു. സുബ്ഹാനല്ലാഹ്, സന്തോഷത്തോടെ റൊട്ടി തിന്നാൻ മഗ്രിബിന്റെ ബാങ്കും പ്രതീക്ഷിച്ചിരിക്കുന്ന പൊന്നുമക്കളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മക്കളെ, നാളെ പടച്ചറപ്പിന്റെ സ്വർഗീയ ആരാമത്തിലെ ഭക്ഷണം പോരെ, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണേ മക്കളെ, നിങ്ങൾ ക്ഷമിക്കണേ മക്കളെ. അന്നുണ്ടായ എല്ലാ ഭക്ഷണവും എടുത്തു കൊടുത്തു, ഉണ്ടായതെല്ലാം കൊടുത്തു. എന്തിനേറെ, അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത് വന്നിട്ട് ഒരാള് പറയുന്നു, നബിയേ, എനിക്ക് വല്ലാത്ത ദാരിദ്ര്യമാണ്, എന്റെ മക്കള് വല്ലാത്ത പട്ടിണിയിലാണ് നബിയേ, ദാരിദ്ര്യത്തിലാണ് നബിയേ, വല്ലതും എന്റെ പൊന്നുമക്കൾക്ക് വേണ്ടി തരണേ നബിയേ, ധർമ്മം ചെയ്യണേ നബിയേ. അള്ളാന്റെ റസൂല് ശൂന്യമാണ്, ഒന്നുമില്ല കയ്യില്. അള്ളാന്റെ റസൂല് പറഞ്ഞു ആ സ്വഹാബിയോട്, നീ വീട്ടിൽ പോവു, ഫാത്തിമാന്റെ വീട്ടിൽ പോവുക, ഫാത്തിമയോട് വല്ലതും തരാൻ ഞാൻ പറഞ്ഞു എന്ന് പറയണേ. ഇയാള് നേരെ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ചെന്നു. ഫാത്തിമ, എന്നെ അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ചതാണ്, ഇവിടുന്ന് വല്ലതും എനിക്ക് വേണ്ടി സ്വതക്ക ചെയ്യാൻ, എനിക്ക് വേണ്ടി തരാൻ പറഞ്ഞു ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിൽ കയറി പരതി നോക്കി. റബ്ബേ, ഒരു കാരക്കന്റെ ചീന്ത് പോലും, ഒരു കാരക്ക കഷ്ണം പോലും ഈ വീട്ടിലില്ല റബ്ബേ. പറഞ്ഞയച്ചത് അല്ലാഹുവിന്റെ റസൂലാണ്. ഇദ്ദേഹം ചോദിക്കുന്നത് പടച്ചുറപ്പിന്റെ വജഹ് ഉദ്ദേശിച്ചിട്ടാണ്. എങ്ങനെയാ കൊടുക്കാതിരിക്കുക? അവസാനം ഫാത്തിമ ബീവി കൊടുത്ത ധർമ്മം എന്തെന്നറിയോ? ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ കഴുത്തിൽ കിടന്നിട്ട് ഊരിക്കൊടുത്ത മുത്തുമാലയില്ലേ, ആ മുത്തുമാല ഉമ്മാന്റെ ഓർമ്മക്ക് വേണ്ടി ഫാത്തിമ സൂക്ഷിച്ചു വെച്ചതാ. ഉമ്മയെ കുറിച്ച് ഓർമ്മ വരുന്ന സമയത്തെല്ലാം ഫാത്തിമ ബീവി ആ മുത്തുമാല എടുത്തിട്ട് നോക്കൂ, അതിലേക്ക് ഫാത്തിമാന്റെ കണ്ണുനീര് ചിറ്റി വീഴോ. ആ മുത്തുമാല കാണുമ്പോ ഉമ്മയെ കാണുന്ന അനുഭൂതിയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ സൂക്ഷിപ്പ് പാത്രത്തിൽ നിന്ന് ആ മുത്തുമാലയെടുത്തു. എന്നിട്ടത് നെഞ്ചോട് ചേർത്ത് വെച്ചു. റബ്ബേ, എന്റെ ഉമ്മയുടെ ഓർമ്മയ്ക്ക് എന്റെ ഉമ്മ തന്നതാ, പക്ഷെ ആ സാധുവായ മനുഷ്യനെ മടക്കി വിടാൻ നിർവാഹമില്ല റബ്ബേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ മാലയാ മനുഷ്യന്റെ കണ്ണിലേക്ക് വെച്ച് കൊടുക്കുകയാ. ഇത് കൊണ്ടുപോയി വിൽക്കണേ, ഇത് കൊണ്ടുപോയി വിൽക്കണേ. ആ മനുഷ്യന് സന്തോഷത്തോടെ ആ മാല സ്വീകരിച്ചു. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ തിരിച്ചെത്തി. അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഫാത്തിമ വല്ലതും തന്നോ? അതെ, തന്നു നബിയേ, ഈ മാല ഫാത്തിമ എനിക്ക് തന്നിരിക്കുന്നു. ആ മാല കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണ് നിറഞ്ഞുപോയി. ഇത് എന്റെ ഖദീജയുടെ മാലയാണ്, ഇതെന്റെ ഖദീജ ഫാത്തിമക്ക് അവസാനം ഖദീജാന്റെ ഓർമ്മക്ക് കൊടുത്തതാണ്. റബ്ബേ, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി പോയി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സദസ്സിലിരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, ഈ മാല ഇയാളിൽ നിന്ന് ആരാ വാങ്ങുക? ഉടനെ തന്നെ ഒരു സ്വഹാബി എണീറ്റിട്ട് പറഞ്ഞു, നബിയെ, ഞാനിതാ അയാൾ പറയുന്ന വില കൊടുത്തിട്ട് ആ മാല വാങ്ങാം. അന്റെ അയാൾ പറയുന്ന വില കൊടുക്കാൻ? ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട മാലയാണ് നബിയെ, അതുകൊണ്ട് ഞാൻ അയാൾ എത്ര വില പറഞ്ഞാലും ഞാനത് വാങ്ങാൻ തയ്യാറാണ്.
അത് വാങ്ങാൻ തയ്യാറാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലല്ലേ ഒരാള് 18 ലക്ഷത്തിന്റെ വണ്ടിക്ക് എത്ര ലക്ഷത്തിന് ഇഷ്ടപ്പെട്ട നമ്പർ കിട്ടാൻ വേണ്ടി എത്ര ലക്ഷം കൊടുത്തത്? 25 ലക്ഷം. ഇഷ്ടപ്പെട്ട നമ്പർ വണ്ടിക്കാകെ 18 ലക്ഷം റുപ്യ വിലയുള്ളൂ. അതിന് ഇഷ്ടപ്പെട്ട നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് 25 ലക്ഷം റുപ്യ കൊടുത്തത്. അള്ളാഹു കാക്കട്ടെ. ഈ സഹാബി പറയാ, അതെനിക്ക് ഇഷ്ടപ്പെട്ട മാലയാണ്, അതുകൊണ്ട് അത് എത്ര വില കൊടുത്താലും ഞാൻ വാങ്ങും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലൊരു വേദനയുണ്ട്. കാരണം അത് ഖദീജന്റെ മാലയാണ്. ഖദീജ ബീവി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പകരം വെക്കാനില്ലാത്ത ഇണയാണ്. വേറെ എത്ര ഭാര്യമാരുണ്ടായാലും ഖദീജക്ക് പകരം വെക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് വേറൊരാളില്ല. അല്ലാഹുവിന്റെ റസൂലിന് വേറൊരാളില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സഹാബി ഈ മനുഷ്യൻ പറഞ്ഞ വില കൊടുത്തിട്ട് ആ മാല വാങ്ങി ആ സദസ്സിൽ നിന്ന് തിരിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു പോയി, റബ്ബേ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ആ മാല വാങ്ങിയിട്ട് ഫാത്തിമാക്കെന്നെ തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്ന് എന്തോ അറിയാതെ മുത്തുനബി ആഗ്രഹിച്ചു പോയി. ഈ സഹാബി കൊടുത്ത വിലയും പറഞ്ഞ വിലയും കൊടുത്തിട്ട് മാലയും വാങ്ങി. ഈ സഹാബി വാങ്ങിയ സഹാബി സദസ്സിൽ നിന്ന് പോയി. നേരെ ചെന്നത് എവിടുക്ക? ഇയാള് നേരെ പോയത് എവിടുക്ക? ഫാത്തിമ ബീവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഫാത്തിമാന്റെ കയ്യിൽ മാല കൊടുത്തിട്ട് പറയുന്നു, ഫാത്തിമ, അവിടുന്ന് വല്ലാതെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയത് ഞാൻ കണ്ടു ഫാത്തിമ. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയത് ഞാൻ കണ്ടു ഫാത്തിമ. അതുകൊണ്ട് തന്നെ മോള് ഇഷ്ടപ്പെട്ട മാല മറ്റൊരാൾക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഫാത്തിമ. അതുകൊണ്ട് അയാള് പറഞ്ഞ വില കൊടുത്തിട്ട് വാങ്ങിയതാ, ഇതിവിടുന്ന് സ്വീകരിക്കണേ. ആ മാല ഫാത്തിമ ബീവിക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണ്. ധർമ്മം നമ്മൾ കൊടുത്താല്, ധർമ്മം കൊടുത്താൽ പടച്ചോന്റെ വജ് ഉദ്ദേശിച്ചിട്ട് കൊടുത്താല് അതോ അതിന്റെ ഇരട്ടിക്കോ എന്താവും? തിരിച്ചിങ്ങോട്ട് കിട്ടും, ഒരു സംശയമല്ല, തിരിച്ചിങ്ങോട്ട് കിട്ടും. പക്ഷെ എന്ത് വേണമെന്നറിയോ? ഈമാൻ വേണം. കൊടുക്കണ ചിന്ത നല്ല മനസ്സോടുകൂടെ കൊടുക്കണം. പണ്ടാരടക്കിയത് ഇപ്പൊ എങ്ങനെ കൊടുക്കാതിരിക്ക നേരിട്ടല്ല കൊടുക്കേണ്ടത്. ഉറൂസല്ലേ വരുന്ന, ഇനിയിപ്പോ ഉറൂസിക്ക് എല്ലാരും കൊടുക്കും, ഞാൻ എങ്ങനെ കൊടുക്കാണ്ടിരിക്കുക? ഈ ഉറൂസിനും പോയി 313 ഞാൻ എന്റെ പടച്ചോനെ ഇതും കരുതിട്ട് കൊടുക്കാൻ പറ്റൂല. നല്ല നീയത്ത് വെച്ചിട്ട് കൊടുത്താൽ കൊടുത്തതിന്റെ ഡബിൾ തിരിച്ചു കിട്ടും. അള്ളാഹു ധർമ്മം ചെയ്യാനൊക്കെ നല്ല മനസ്സ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം ഇങ്ങനെ ചരിത്ര സംഭവ ബഹുലമായിട്ട് കിടക്കുക. ആയിടക്കാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഏറ്റവും സങ്കടപ്പെട്ടു പോയ റസൂലുള്ളാഹിന്റെ വഫാത്ത് സംഭവിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഹബീബിന്റെ വഫാത്ത് പറയാൻ സമയമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ വല്ലാതെ സങ്കടപ്പെട്ടു പോയി. റബ്ബേ, പിതാവില്ലാത്ത ലോകം, അല്ലാഹുവിന്റെ റസൂലില്ലാത്ത ലോകം, വയ്യ റബ്ബേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ, ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ രോഗിയായി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 6 മാസം കഴിഞ്ഞപ്പോ ഫാത്തിമ ബീവിയും വഫാത്തായി എന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ രോഗിയായി. ആ രോഗശയ്യയിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ കിടക്കുകയാ. കിടക്കുന്ന സമയത്ത് തന്നെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയോട് പറയുന്നു, അലിയേ, ഇന്നെന്റെ വേർപാടിന്റെ ദിവസമാണ് അലിയേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയാൻ പോവുകയാ. ആ സമയത്താണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, അലിയേ, ഇന്ന് വേർപാടിന്റെ ദിവസമാ. അലിന്റെ കൈ ഇങ്ങനെ തന്റെ നെഞ്ചത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഫാത്തിമ പറയുകയാ, പ്രിയപ്പെട്ടവരെ, അങ്ങയോടൊന്നിച്ച് അങ്ങയുടെ ഭാര്യയായി ഞാൻ ജീവിച്ച കാലയളവിനിടക്ക് അങ്ങ് പൊരുത്തപ്പെടാത്ത, അങ്ങ് ഇഷ്ടപ്പെടാത്ത വല്ലതും അവിടുന്ന് ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണേ അലിയേ. ഫാത്തിമാനോട് പൊരുത്തപ്പെടണേ അലിയേ.
അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ പ്രിയപ്പെട്ടവളെ, അവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്ത് ചെയ്തെന്നാ പറയുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലിയേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ മരിച്ചു പോയാൽ, ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കുന്ന സമയത്ത് അവളെ വിഷയത്തിൽ ഭർത്താവ് പൊരുത്തപ്പെടാതെ, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങാതെ, ഭർത്താവിന്റെ തൃപ്തി വാങ്ങാതെ ഏതെങ്കിലും ഒരു ഭാര്യ മരിച്ചു പോയാൽ അവൾക്ക് നരകം വാജിബാ. ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിന്റെ പൊരുത്തത്തോടെ മരിച്ചാൽ അവൾ മരിക്കുന്ന സമയത്ത് ഭർത്താവിന് അവളെ കുറിച്ച് അതൃപ്തിയില്ല, അവളെ കുറിച്ച് പൊരുത്തക്കേടില്ല, അവളെ കുറിച്ച് പരാതിയില്ല. ആ സന്തോഷത്തോടെ ഏതെങ്കിലും ഒരു ഭാര്യ മരിച്ചാൽ അവൾക്ക് സ്വർഗം വാജിബാണ്. ഇത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഈ ലോകത്തൊരു മനുഷ്യനോട് മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, നിന്റെ സർവസ്വം സമർപ്പിക്കാൻ എനിക്ക് അധികാരമുള്ള ആ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ നീ കടന്നുറങ്ങല്ലേ മോളെ. നിന്റെ ജീവിതത്തിൽ ഒരു നിമിഷവും നിന്റെ ഭർത്താവുമായി പണക്കത്തിലായി, നിന്റെ ഭർത്താവുമായി പൊരുത്തക്കേടിലായി കഴിയല്ല മോളെ. ആ കോലത്തിലെങ്ങാനും നീ മരിച്ചു പോയാൽ, രാത്രി കിടക്കുമ്പോ ഭർത്താവുമായി പിണങ്ങിയിട്ട് നീ കിടന്നുറങ്ങി, നേരം വെളുക്കുമ്പോഴേക്ക് നീ അങ്ങ് മരിച്ചു പോയാൽ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെയാ മരിക്കുന്നത്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, തിരിച്ചും അങ്ങനെ തന്നെയാ. നമ്മളൊരാൾ ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഭാര്യ അയാളെ കുറിച്ച് പൊരുത്തത്തിലാണ്, അവൾക്ക് അയാളെ കുറിച്ച് പരാതിയില്ല, പരിഭവമില്ല. എന്നാൽ ആ ഭർത്താവിന് സ്വർഗം വാജിബാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങളെ ഭാര്യമാരുമായി എന്തെങ്കിലും സൗന്ദര്യ പിണക്കത്തിലാണെങ്കിൽ ഒരിക്കലും സംസാരത്തിൽ നിങ്ങൾ പിണങ്ങല്ലേ, അവളോട് നിങ്ങൾ മിണ്ടാതിരിക്കല്ലേ. നിങ്ങൾ കിടപ്പറയിൽ വെടിഞ്ഞോളൂ, കൂടെ കിടത്തണ്ട, കൂടെ കിടത്തിക്കോളണമെന്നില്ല, പക്ഷേ അവളോട് മിണ്ടാതിരിക്കരുതേ, അവളോട് പിണങ്ങരുതേ, സംസാരം ഉപേക്ഷിക്കല്ലേ. കാരണം ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയാൽ അവരെന്റെ പൊരുത്തമില്ല എങ്കിൽ അവര് നരകത്തിലാണ്. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് അലിയെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫാത്തിമാക്ക് മാപ്പ് നൽകണേ, ഫാത്തിമാക്ക് പൊരുത്തപ്പെടണേ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ പൊന്നുമോളെ, ഇത് നമ്മുടെ അവസാനത്തെ ദിവസമാണോ? ഈ അലിയെ ഏകനാക്കിയിട്ട്, ഈ ഭൂമിയിലാക്കി അലിയെ ഒറ്റക്കാക്കിയിട്ട് ഫാത്തിമ നീ പോവുകയാണോ? ഇനി എനിക്കാരുണ്ട് ഫാത്തിമ? എന്റെ കൈ പിടിക്കാൻ, എന്റെ കണ്ണുനീരൊപ്പാൻ, തളർന്ന് വീഴുമ്പോ താങ്ങി പിടിക്കാൻ ഇനി അലിക്ക് ആരുണ്ട് ഫാത്തിമ? ഞാനെല്ലാം പൊരുത്തപ്പെട്ടു ഫാത്തിമ. പൊന്നുമക്കളായ ഹസൻ ഹുസൈനുമേ അടുത്ത് വിളിച്ചിട്ട് ഫാത്തിമ ബീവി പറയുന്നു, പൊന്നുമക്കളെ, ഉമ്മ എന്ന നിലയ്ക്ക് നിങ്ങളോട് വീട്ടേണ്ട കടമകളിൽ നിന്ന് വല്ലതും ഉമ്മാക്ക് വീഴ്ച പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ഉമ്മാക്ക് വീഴ്ച പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഉമ്മക്ക് മാപ്പ് നൽകണേ, ഉമ്മയോട് പൊരുത്തപ്പെടണേ. ഇന്നത്തെ ദിവസം മുതൽ ഇനി നിങ്ങളെ കൂടെ ഉമ്മയില്ല. എന്റെ പൊന്നുമക്കളെ, ഉമ്മയില്ലാതെയാ ഇനി നിങ്ങൾ ജീവിക്കേണ്ടത്. ഉമ്മ എന്ന് വിളിക്കാൻ ഇനി വീട്ടിൽ ഉമ്മയില്ല മക്കളെ. പൊന്നുമക്കൾ ഉമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞുപോയി. ഉമ്മ, മക്കളടുത്തുനിന്ന് ഉമ്മക്ക് പൊരുത്തമില്ലാത്ത, ഉമ്മയുടെ ഇഷ്ടമില്ലാത്ത വല്ലതും മക്കൾ ചെയ്തു പോയെങ്കിൽ, മക്കൾ പറഞ്ഞു പോയെങ്കിൽ
മുതല് മാപ്പ് നൽകണേ ഉമ്മാ. ഉമ്മാ അവിടുന്ന് ഈ വീടിന്റെ വിളക്കാണല്ലോ ഉമ്മാ. അങ്ങില്ലാതെ ഒരു രാത്രി ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ലല്ലോ. ഈ വിളക്കണഞ്ഞു പോയാൽ ഇനി ഞങ്ങൾക്ക് ആരാടുള്ളത് ഉമ്മാ? ഞങ്ങളെ ഏകരാക്കിയിട്ട് പോവുകയാണോ? പൊന്നുമക്കള് തേങ്ങിക്കരയുകയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് രോഗം വർദ്ധിച്ചോ. ഫാത്തിമ ബീവി തേങ്ങിക്കരയുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമാന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ഫാത്തിമ എന്തിനാ കരയുന്നത്? ഫാത്തിമ എന്തിനേ കരയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലിയേ ഓർമ്മ വെച്ച നാള് മുതൽ ഇന്ന് വരെ എന്റെ ശരീരം വസ്ത്രത്തിന് മീതെ പോലും മറ്റൊരാള് കണ്ടിട്ടില്ല അലിയേ. വസ്ത്രം ധരിച്ച രൂപത്തിൽ പോലും എന്റെ ശരീരത്തിന്റെ വസ്ത്രം ധരിച്ച കോലത്തിൽ, നല്ലോണം ചിന്തിക്കുക, വസ്ത്രം ധരിച്ച കോലത്തിൽ പോലും എന്റെ ശരീരം മറ്റൊരാള് കണ്ടിട്ടില്ല അലിയേ. ഇന്ന് ഞാനങ്ങ് മരിച്ചിട്ട് എന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ തുണിയിൽ പൊതിഞ്ഞിട്ട് നിസ്കാര കുപ്പായത്തിൽ പൊതിഞ്ഞിട്ട് എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അന്ന് ഇന്ന് കാണുന്ന പോലെയുള്ള മൂടിയുള്ള മയ്യത്ത് കട്ടിലില്ല, ഒരു പരന്ന പലകയിലാ കൊണ്ടുപോവുക അലിയേ. എന്റെ ജനാസ പരന്ന പലകയിൽ കിടത്തിയിട്ട് കൊണ്ടുപോകുമ്പോ എന്റെ ജനാസയുടെ കൂടെ പോരുന്ന നൂറുകണക്കായ ആണുങ്ങൾ എന്റെ ജനാസ കാണൂലേ അലിയേ. റോഡ് സൈഡിൽ നിന്നിട്ട് ഫാത്തിമാന്റെ ജനാസ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കുന്ന നൂറുകണക്കായ ആളുകൾ ഫാത്തിമാന്റെ ജനാസ കാണൂലേ അലിയേ. എന്റെ ജനാസയെങ്ങാനും മറ്റുള്ളവർ കണ്ടുപോയാൽ, എന്റെ ജനാസയെങ്ങാനും പെങ്ങളെ ചിന്തിക്കുമ്പോളെ സൗന്ദര്യം പ്രകടമാക്കിയിട്ട് ആണുങ്ങളിലേക്ക് ഇറങ്ങുന്നവളെ, ആണ് നോക്കി നിൽക്കേ എന്റെ ശരീരത്തിന്റെ സൗന്ദര്യ ഭാഗങ്ങൾ അത് പ്രകടമാക്കി നടക്കുന്ന പെണ്ണേ, ടൈറ്റ് ഫിറ്റ് വേഷം ധരിച്ചിട്ട് ആടിനെ ആകർഷിച്ചിട്ട് പുറത്തിറങ്ങി നടക്കുന്ന പൊന്നുമോളെ, കല്യാണത്തിന്റെ സദസ്സുകളിലും മറ്റും മാമാങ്കമേളകളിലും ഒരു ലജ്ജയുമില്ലാതെ എന്റെ സൗന്ദര്യം പ്രകടമാക്കി പുറത്തിറങ്ങുന്ന പെണ്ണേ, പൊന്നുമോളെ ചിന്തിച്ചോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്താ? എന്റെ ജനാസയിലേക്ക് അന്യാണുങ്ങൾ നോക്കിയാൽ പടച്ചറബ് എന്നെ ശിക്ഷിക്കില്ലേ അലിയേ. എന്നെ പടച്ചറബ് വെറുതെ വിടില്ലല്ലോ. അതാലോചിച്ചിട്ട് കരഞ്ഞു പോയതാ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫാത്തിമ അതിന് പേടിക്കണ്ട ഫാത്തിമ, അതിന് പരിഹാരമുണ്ട് ഫാത്തിമ. അന്നാദ്യമായിട്ട് മൂടിയുള്ള അടപ്പുള്ള മയ്യത്ത് കട്ടിൽ നിർമ്മിച്ചത് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ ജനാസ കൊണ്ടുപോവാനാ. ലോകത്താദ്യമായി മൂടിയുള്ള മയ്യത്ത് കട്ടിൽ നിർമ്മിച്ചത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ കൊണ്ടുപോവാനാണ്. പക്ഷേ അതുകൊണ്ടും ഫാത്തിമാന്റെ കരച്ചിൽ നിൽക്കുന്നില്ല, ഫാത്തിമ ബീവിയുടെ കണ്ണുനീര് തോരുന്നില്ല. വീണ്ടും ഫാത്തിമ തേങ്ങി കരയുകയാ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ പിന്നെ എന്തേ കരയുന്നത്? ബീവി പറഞ്ഞു, പക്ഷേ അലിയെ ആ മൂടിയുള്ള മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോയി എന്റെ മയ്യത്ത് നിസ്കാരവും കഴിഞ്ഞിട്ട് എന്റെ ഖബറിന്റെ കാൽഭാഗത്തിന്റെ ജനാസ കൊണ്ടുവന്ന് വെച്ച് മയ്യത്ത് കട്ടിലിൽ നിന്ന് പുറത്തെടുക്കുമ്പോ ആ മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തുമ്പോ ഖബറിന്റെ ചുറ്റും കൂടി നിൽക്കുന്ന നൂറുകണക്കായ ആളുകള് ആ ജനാസയിലേക്ക് നോക്കൂലേ? എന്റെ ഖബറിന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകള് എന്റെ ജനാസ കാണൂലേ അലിയേ? ഇത് ചിന്തിച്ചിട്ട് കരഞ്ഞു പോയതാ.
പരിഹാരമാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ ഇതിനെന്ത് പരിഹാരമാ മോളെ ഞാൻ കാണുക. അവസാനം ഫാത്തിമ ബീവി തന്നെ പരിഹാരം പറയുകയാ, അലിയേ ഞാൻ ഇന്ന് മരിച്ചാൽ രാത്രി ഇരുള് മൂടിയിട്ടല്ലാതെ കൂരിരുട്ടത്തല്ലാതെ ഫാത്തിമാന്റെ ജനാസ ഖബറടക്കല്ലേ. പകലെന്റെ ജനാസ ഖബറടക്കരുതേ. എന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോ അവിടെ വെളിച്ചമുണ്ടായിരിക്കല്ലേ. ആളുകൾ നോക്കിയാൽ കാണാത്ത രൂപത്തിൽ വേണോ ഫാത്തിമാന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കാൻ. അങ്ങനെ നട്ടപ്പാതിരാ സമയത്താണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കുന്നത്. ഫാത്തിമ എന്ന സ്വർഗീയ പെണ്ണുങ്ങളെ റാണിയായ ഫാത്തിമത്ത് സുഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹയുടെ ജീവിത ചരിത്രത്തിന് അതോടുകൂടെ അന്ത്യം കുറിച്ചു. ഈ ലോകത്തിന് A to Z, ഈ ലോകത്തെ മഹിളകൾക്ക്, സ്ത്രീകൾക്ക് A to Z കാര്യങ്ങളിൽ മാതൃക കാണിച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ ഈ പറഞ്ഞത് ഫാത്തിമ എന്ന ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ മാത്രം, സംഭവബഹുലമായ ചരിത്രം, അതാദ്യം മുതൽ ജനനം മുതൽ ഖബറിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ നമ്മൾ ചുരുങ്ങിയത് 8 രാത്രി ഉപയോഗപ്പെടുത്തേണ്ടി വരും. 8 വേദി കിട്ടിയാലേ ആദ്യം ആ വിഷയം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം. അത് പകർത്താൻ നമുക്ക് ഓരോരുത്തർക്കും പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള മഹത്തുക്കളായ ആളുകളുടെ ജീവിത ചരിത്രം പഠിച്ചിട്ട് അതിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അപ്രകാരം ജീവിച്ച് സ്വർഗം പുൽകുന്ന മുത്തഖീങ്ങളിൽ സാധുക്കളായ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.